നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. ISRO ചാരക്കേസിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച രണ്ട് പ്രമുഖ വ്യക്തികൾ കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ ഒന്നിച്ചു. ഒന്ന്, ദീർഘകാലം കേരളത്തിൻ്റെ പോലീസിൻ്റെ തലപ്പത്തിരുന്ന ശ്രീ രമൺ ശ്രീവാസ്തവ, മുൻ DGP. രണ്ടാമത്തേത് ISROയിലെ പ്രമുഖ ശാസ്ത്രജ്ഞനായിരുന്ന D. ശശികുമാർ. 31 വർഷം മുമ്പ് ISRO ചാരക്കേസ് ഉണ്ടായതിനു ശേഷം ആദ്യമായാണ് ഈ രണ്ടുപേരും പൊതുവേദിയിൽ വന്നു നിന്നുകൊണ്ട് തങ്ങളുടെ ചാരക്കേസുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവച്ചത്. ശ്രീ ശശികുമാർ അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവങ്ങൾ ഒന്നൊന്നായി വിവരിച്ചു. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ടമിടറി. ശാസ്ത്ര ഗവേഷണ രംഗത്ത് കേരളത്തിലെ ബഹിരാകാശ ശാസ്ത്രത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ തന്നെയും നമ്പി നാരായണനെയും ഒക്കെ എങ്ങനെ ഒരു അൽസേഷൻ പട്ടിയെപ്പോലെ തുടലിട്ട് ബന്ധിച്ചുകൊണ്ട് ചെന്നൈയിലെ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞത് വളരെയധികം വികാരഭരിതമായ രംഗത്തോടെയാണ് കാണികൾ കേട്ടിരുന്നത്. ശ്രീ രമൺ ശ്രീവാസ്തവ എങ്ങനെയാണ് ചാരക്കേസുമായി കുലബന്ധം പോലും ഇല്ലാത്ത തന്നെ ഈ കേസിൽ ഉൾപ്പെടുത്തിയതെന്നും തൻ്റെ അനുഭവങ്ങൾ, തനിക്കുണ്ടായ പീഡനങ്ങൾ, ദുരനുഭവങ്ങളൊക്കെ തൻ്റെ ഹൃദയത്തിൽ മാത്രം ഒതുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം നടത്തിയത്. ഈ ചടങ്ങിൽ പങ്കെടുത്ത ഓരോ വ്യക്തിയുടെയും പ്രസംഗങ്ങൾ അങ്ങേയറ്റം ഉള്ളിൽ തട്ടുന്നതും വിജ്ഞാനപ്രദവുമായിരുന്നു. ചാരക്കേസിനെ കുറിച്ച് ഞാൻ എഴുതിയ ചാരം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന വേളയിലാണ് ഈ സംഭാഷണങ്ങളെല്ലാം ഉണ്ടായത്. ആ പ്രകാശന ചടങ്ങിൻ്റെ വീഡിയോ ഹ്രസ്വമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. കേരളം ഏറെ ചർച്ച ചെയ്ത സോളാർ വിശേഷം എന്ന ഗ്രന്ഥത്തിന് ശേഷം ജോൺ മുണ്ടക്കയം എഴുതിയ ചാരം എന്ന പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. എന്നും മലയാളി മനസ്സിൽ പ്രഹേളികയായി നിൽക്കുന്ന ISRO ചാരക്കേസിന്റെ പിന്നാമ്പുറം തേടിയുള്ള അന്വേഷണമാണ് ചാരം. ചാരക്കേസ് എങ്ങനെ ഉണ്ടായെന്നും അത് വൻ വിവാദമായി വളർത്തിയതിന്റെ പിന്നിലെ ഗൂഢാലോചന എന്താണെന്നും പുസ്തകം പറയുന്നു. കേരള സർവകലാശാലയുടെ സെന്റർ ഫോർ ബയോ ഇൻഫോർമാറ്റിക്സിന്റെ മേധാവിയായിരുന്ന ഡോക്ടർ അച്യുത് ശങ്കർ ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഡിജിറ്റൽ സയൻസ് രംഗത്തും ഒട്ടേറെ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുവാനും പുസ്തകം അവതരിപ്പിക്കുവാനുമായി ഡോക്ടർ അച്യുത് ശങ്കർ സാറിനെ സാദരം ക്ഷണിക്കുന്നു. ശ്രീ ജോണിൻ്റെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പുസ്തകമാണ്. ആദ്യത്തേത് സോളാറാണ്, രണ്ടാമത്തേത് ചാരമാണ്. രണ്ടിൻ്റെയും പേരിൽ തന്നെ ചൂടുണ്ട്. രണ്ടിലും ഓരോ സ്ത്രീ കഥാപാത്രങ്ങളും ഉണ്ട്. സോളാർ കേസിൽ നമുക്കറിയാം, അതിന് പ്രത്യേക ശ്രദ്ധ കിട്ടാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു വനിതയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ചാരക്കേസിലും ഒരു വനിതയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് എത്രമാത്രം ആ കേസിനെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം സമ്മർദ്ദങ്ങൾ സൃഷ്ടിച്ചു എന്ന് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും. അതിനെക്കുറിച്ച് ഒരുപാട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാധ്യമരംഗത്തെ പ്രവർത്തനത്തിൻ്റെ നമ്മൾ കാണാത്ത ചില പുറങ്ങൾ, ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആദ്യത്തെ 2-3 അധ്യായത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകും. ഈ സമ്മർദ്ദം ഒരു പക്ഷേ അത് അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നുണ്ട്, അത് കാരണമല്ല ശ്രീ K. കരുണാകരൻ രാജിവെക്കേണ്ടി വന്നത് 1995. പക്ഷേ ഇതും കൂടെ ഒരു കാരണമായി മാറി, അല്ലെങ്കിൽ ഇത് അതിനെ ആക്കം കൂട്ടി എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. നമുക്കറിയാം, സോളാർ കേസും ഒരു സർക്കാരിൻ്റെ പതനത്തിന് വഴിവെച്ചു എന്ന് ഒരു പക്ഷേ, അല്ലെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി എന്ന് നമുക്ക് പറഞ്ഞെന്ന് വരാം. എന്നാൽ ഇതിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അത്ഭുതപ്പെട്ടു പോകും. ഇത്രമാത്രം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ കേസിൻ്റെ പുറകിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്ന് ആലോചിച്ച് നമ്മൾ അത്ഭുതപ്പെടും. ഈ പുസ്തകം വായിച്ചാലുണ്ടാകുന്ന അത്ഭുതം അത് തന്നെയാണ്. അതിൻ്റെ നാൾ വഴി പറഞ്ഞാണ് അദ്ദേഹം അതിൻ്റെ രഹസ്യത്തിലേക്ക് പിന്നീട് കടക്കുന്നത്. അല്ലാതെ കഥ മുഴുവൻ അങ്ങ് പറയുകയല്ല ചെയ്യുന്നത്. ആ പത്രവാർത്ത എങ്ങനെ വികസിച്ചു വന്നു, അതിലെന്തൊക്കെ സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ട് പിന്നീടാണ് ആ കഥയുടെ ചുരുളഴിക്കുന്നത്. എൻ്റെ ഒരു ഓർമ്മ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ നമ്മുടെ ഈ മുന്നിൽ കാണുന്ന റോഡിൽ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ എതിരെ ഒരു പോസ്റ്റർ ആ കാലത്ത് പ്രത്യക്ഷപ്പെട്ടതായിട്ട് എനിക്ക് ഓർമ്മ. യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിന്ന് പുറത്ത് വന്നപ്പോഴത്തേക്കും ഇതെന്തുമാത്രം പ്രത്യാഘാതം ഉണ്ടാക്കി അന്നത്തെ കാലത്തുള്ളതിൻ്റെ ഉദാഹരണം ഞാൻ പറയുകയാണ്. ആ പോസ്റ്ററിൽ പറഞ്ഞിരുന്നത്, ഈ ചാരവൃത്തി നടത്തിയവരുടെ ജാതിയും മതവും തിരിച്ചുള്ള കണക്ക് പ്രസിദ്ധീകരിക്കണം എന്ന് അന്ന് ഉദിച്ചുയർന്നുകൊണ്ടിരുന്ന ശ്രീ മദനി, അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒരു പോസ്റ്റർ ഒട്ടിച്ചിരുന്നു. അപ്പോൾ ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വ്യാജമായ വാർത്തയുടെ പുറത്ത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ,
അതുപോലെ ജനങ്ങളുടെ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒരു ചീട്ട് കൊട്ടാരത്തിൻ്റെ മുകളിലാണ് കെട്ടിപ്പടുത്തിരുന്നതെന്ന് ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു ഗൂഢാലോചന ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും ആണെന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ഗൂഢാലോചന വഴി തുടങ്ങി വെച്ച ഒരു കേസായിരുന്നില്ല. ആകസ്മികമായി ഒരു കേസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ ചെന്ന് പെടുന്നു. അത് ചില പ്രത്യേക വഴിത്തിരിവ് കാരണം ആ കേസിനെ മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്നു. അത് ചാരവൃത്തിയുടെ കാര്യം പറയുന്നു, ഒരു ചാരസുന്ദരിയുടെ കാര്യം പറയുന്നു, അങ്ങനെ മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്നു. ആ മാധ്യമ ശ്രദ്ധ ആകർഷിച്ചപ്പോൾ അതിനെ രാഷ്ട്രീയ മാനം കൊടുക്കുവാൻ, നേരത്തെ പറഞ്ഞ പോലെ അതിന് മതപരമായിട്ടുള്ള നിറം കൊടുക്കാൻ എല്ലാം ശ്രമങ്ങളുണ്ടാകുകയും ആ ശ്രമങ്ങൾ പതുക്കെ പതുക്കെ ഇതിൻ്റെ ഗൗരവത്തെ സമൂഹത്തിൻ്റെ മധ്യത്ത് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു പറച്ചിലുണ്ട്, നമ്മൾ ഈ കള്ള് ഷാപ്പിൽ മുമ്പേ വണ്ടി നിർത്തിയിട്ട് ചില്ലറ മാറ്റാൻ കയറിയാൽ സാധാരണ കുഴപ്പമൊന്നുമില്ല, ചില്ലറ മാറ്റിയിട്ട് നമുക്ക് പോകാം. പക്ഷേ നിങ്ങൾ മദ്യപിച്ച് വാഹനം ഓടിച്ചിരുന്നു എന്നൊരു കേസ് വരുന്ന സമയത്ത് നിങ്ങൾ മദ്യപിച്ചിട്ടില്ലെങ്കിലും ഈ കള്ളഷാപ്പിൻ്റെ മുമ്പ് നിർത്തിയോ അതിനകത്ത് കയറിയോ എന്നുള്ള ചോദ്യത്തിന് യെസ് എന്ന് മാത്രമേ ഉത്തരം കൊടുക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ അത് ഇതിന് ബലമായിട്ട് വരുന്നു, ഈ കേസിന് ബലമായിട്ട് വരുന്നു എന്ന് പറഞ്ഞ പോലെ. അതിൽ ആകസ്മികത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ കേസ് ആരംഭിക്കുന്നത് തന്നെ ഈ കേസിലെ പ്രമുഖയായ സ്ത്രീ മറിയം റഷീദ അവരെ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു പോകാൻ ടിക്കറ്റ് എടുത്തിട്ടിരിക്കുകയാണ്. പക്ഷേ ആ സമയത്താണ് ഗുജറാത്തിലെ പ്ലേഗ് പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഒരുപാട് വിമാനങ്ങൾ റദ്ദാക്കി. അപ്പോൾ ഇവരുടെ അടുത്ത് കൺഫേംഡ് ആയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് മാലിയിൽ പോകാനുള്ള ടിക്കറ്റ് ഉണ്ടായിരുന്നു, അവർക്ക് പോകാൻ സാധിച്ചില്ല. ആ ടിക്കറ്റ് റദ്ദാക്കിയപ്പോൾ അവരുടെ വിസയുടെ കാലാവധി തീർന്നു നിൽക്കുകയായിരുന്നു. അന്ന് പോയിരുന്നെങ്കിൽ അതിന് കുഴപ്പമില്ലായിരുന്നു. അപ്പം വിസയുടെ കാലാവധി നീട്ടാൻ പോലീസ് വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്നുള്ളതുകൊണ്ട് അവർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സമീപിച്ചു. അപ്പോൾ അതിൻ്റെ വിശദാംശം ഞാനിവിടെ പറയുന്നില്ല, നമുക്ക് വേദി പറയാവുന്ന കാര്യങ്ങളല്ല. പക്ഷേ പുസ്തകത്തിനകത്ത് അദ്ദേഹം വളരെ അരയും ഹർട്ട് ചെയ്യാതെയും അത് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പരാമർശങ്ങളായി മാത്രം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു സ്ത്രീയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ വികാസത്തിലൂടെയാണ് ഈ ചാരക്കേസിൻ്റെ തുടക്കം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പ്ലേഗ് ഒരു 5 ദിവസം താമസിച്ച് വന്നിരുന്നെങ്കിൽ ഈ കേസ് കാണില്ലായിരുന്നു, ഇവരിവിടുന്ന് വിട്ടേനെ, സ്ഥലം വിട്ടേനെ. പക്ഷെ അത് നടന്നില്ല. ആ പുസ്തകം അവസാനിക്കുന്നതും അവരുടെ ദുര്യോഗത്തിനെ പറഞ്ഞിട്ടാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ആകസ്മികത ഈ കേസ് തീർന്ന് അനേകം വർഷങ്ങൾക്ക് ശേഷവും ആ സ്ത്രീയെ വേട്ടയാടി. അതായത് ഈ കേസിലൊന്നുമില്ല എന്ന് പലവട്ടം തെളിയിക്കപ്പെട്ട് ആ കേസെടുത്ത ഉദ്യോഗസ്ഥർ കേസിൽപ്പെടുകയും ചെയ്തതിന് ശേഷവും ഈ സ്ത്രീ 3 വർഷം ജയിലിൽ കിടക്കുകയും തിരുവനന്തപുരത്ത് നിന്ന് വിയ്യൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ 61 തവണ യാത്ര ചെയ്യുകയും ചെയ്തു. കേസ് മാറ്റിവെച്ചു എന്നറിയാൻ വേണ്ടി മാത്രം യാത്ര ചെയ്യുകയും ചെയ്തു. അതിനെ കുറിച്ചിട്ടുള്ളൊരു റിപ്പോർട്ട് അദ്ദേഹം ശ്രീ ജോൺ മുണ്ടക്കയം അവരുടെ ദുര്യോഗത്തിനെക്കുറിച്ച് കൊടുത്ത റിപ്പോർട്ടും ഇതിനകത്ത് പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ആ പത്രവാർത്ത കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സക്കറിയ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് കൂടുതൽ എഴുതുകയും അതിനെ അജിറ്റേറ്റ് ചെയ്യുകയും ചെയ്ത പ്രകാരമാണ് പിന്നീട് ആ വിഷയത്തിലൊരു പുനർപരിഗണന ഉണ്ടാവുകയും അവർക്ക് തിരിച്ച് മാലിയിലോട്ട് പോകാൻ സാധിക്കുകയും ചെയ്തത്. നമ്മുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ ചെന്ന് പെടുമ്പോൾ നമ്മൾ കരുതുന്നു നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു ഘടകമാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഒരുപക്ഷെ അതൊരു ക്രിമിനൽ പോലീസ് വേഷത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ എന്തൊരു ദുര്യോഗമായിരിക്കും ആലോചിച്ച് നോക്കുക. യഥാർത്ഥത്തിൽ ഇതിൽപ്പെട്ട ശാസ്ത്രജ്ഞർക്കും മറ്റ് കുറ്റാരോപിതർക്കും എല്ലാം സംഭവിച്ച ദുര്യോഗം ആ ആകസ്മികതയാണ്. പോലീസ് വേഷത്തിലുള്ള ഒരു ക്രിമിനലിൻ്റെ മുന്നിൽ അകപ്പെടുക എന്നുള്ളത്, ഞാൻ ഈ ചുരുക്കം പറഞ്ഞതിന് ശേഷം ഞാനിത് എങ്ങനെ സംസാരിക്കുന്നു ഇത്ര കൺവിക്ഷനോടെ ബോധ്യത്തോടെ എന്നൊരു പരാമർശം ഞാൻ അവസാനം നടത്താം. വായനയ്ക്ക് വളരെ ഒഴുക്ക് കൂട്ടുന്ന രീതിയിൽ ചെറിയ ചെറിയ വരികളിലൂടെയാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. നല്ല ഒഴുക്കിലാണ് എഴുതിയിരിക്കുന്നത്. അത് മാത്രമല്ല, പുസ്തകത്തിലെ 2 ആ പ്രധാനപ്പെട്ട വിവരണത്തിൽ നിന്ന് മാറി നിൽക്കുന്ന 2 കാര്യം ഞാനിവിടെ പറയാം. ഒന്ന്, അദ്ദേഹം ഒരു പ്രാദേശിക ചരിത്രം ചെറുതായിട്ട് പരാമർശിച്ചു പോകുന്നുണ്ട്. അതായത് ഇത് VSSCയെ അല്ലെ ISROയെ ചുറ്റിപ്പറ്റിയാണല്ലോ ഈ ചാര ആരോപണം വന്നത്. അപ്പോൾ ആ ISROയുടെ തുടക്കം അവിടെ ഒരു പള്ളിയിലാണ് നമ്മുടെ ആദ്യം ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയത് നമുക്കറിയാം, തുമ്പയിലുള്ള. അപ്പോൾ അതിൻ്റെ തുടക്കം ആ സംഭവിച്ചത് എങ്ങനെ എന്നെല്ലാം അദ്ദേഹം ഒരു ചെറിയ വിവരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ISROയെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ ഈ സാങ്കേതിക സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ നന്നായി രചിക്കപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ വളരെ കൗതുകകരമാണ്. ISROയ്ക്കകത്ത് ആണ് കേരളത്തിൽ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ വന്നത്.
JT ജോർജ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അതിൻ്റെ ഡയറക്ടർ. അദ്ദേഹം ഇപ്പോൾ മരിച്ചിട്ട് ഒരു 3 മാസമേ ആയുള്ളൂ. അപ്പോൾ ആ കമ്പ്യൂട്ടർ നമ്മുടെ നഗരത്തിൽ രണ്ടാമത്തെ തരം കമ്പ്യൂട്ടർ വന്നപ്പോൾ ആദ്യത്തെ കമ്പ്യൂട്ടർ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ അടുത്തിടയ്ക്ക് ഈ VC ഓഫീസിൽ കയറിയ കാല് വെട്ടുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള പരാമർശമൊക്കെ നമ്മൾ കേട്ടതാണ്. യഥാർത്ഥത്തിൽ VSC ഡയറക്ടറുടെ അടുത്ത് അന്ന് വിളിച്ച് പറഞ്ഞു, ഇവിടെ കമ്പ്യൂട്ടർ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ കാല് കാണില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിൻ്റെ ഇനോഗ്രേഷന് തിരിച്ചു പോകേണ്ടി വന്ന കഥ ഞാൻ ഈ ശ്രീ JT ജോർജിൻ്റെ ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഒരു കേന്ദ്രമന്ത്രി ഈ ISROയിൽ വിസിറ്റ് ചെയ്തപ്പോഴേക്കും ഈ അവിടുത്തെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഭാവി പ്രവചിക്കുന്ന ഒരു ചെറിയ സോഫ്റ്റ്വെയർ അദ്ദേഹത്തിന് കാണിച്ചു. ആ സോഫ്റ്റ്വെയർ നമ്മുടെ പേരും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും പറഞ്ഞാൽ അതൊരു സന്ദേശം അടിച്ചു തരും. അത് ചുമ്മാ ഒരു തമാശയ്ക്ക് വെച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് അടിച്ചു കൊടുത്തത് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, രോഗം വരാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങൾക്ക് എന്ന് എഴുതി കൊടുത്തപ്പോൾ അദ്ദേഹം അന്നത്തെ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോയെന്നാണ് ശ്രീ JT ജോർജിൻ്റെ അടുത്ത് പറഞ്ഞത്. ഇങ്ങനെയുള്ള കഥകളെല്ലാം അതിനകത്തുണ്ട്. അതെല്ലാം ആദ്യമായിട്ട് മലയാളത്തിൽ കമ്പ്യൂട്ടർ അച്ചടിക്കുന്നത് ഈ ISROയ്ക്കകത്താണ്. ഓമനത്തിങ്കൾ കിടാവോ എന്ന് പറഞ്ഞ വരി ഒരു പ്ലോട്ടർ ഉണ്ടാക്കി നമ്മുടെ ശാസ്ത്രജ്ഞർ. ആ പരമ്പരയുടെ അംഗങ്ങളാണ് നമ്മൾ ഈ കാണുന്ന ശശികുമാർ സാറും നമ്പിനാരായണൻ സാറും ഓർക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം ഇദ്ദേഹം പരാമർശിക്കുന്ന ഒരു ഉപകഥ ഇതിനകത്ത് പരാമർശിക്കുന്നത് നമുക്കെല്ലാം അറിയാം. ഈ ചാരപ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ പറയും അതിനെ ഏറ്റവും പഴയ പ്രൊഫഷനിലൊന്നാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൽ വനിതയായി ഏറ്റവും ലോകത്ത് പ്രശസ്തയായിട്ടുള്ള സ്ത്രീ ഒരു ഇന്ത്യൻ ബന്ധം കൂടെ ഉള്ള ഗോവയിലെയാണെന്ന് പറയുന്നു. ഫ്രാൻസിലും ജർമ്മനിയിലുമൊക്കെ ജീവിച്ചിരുന്ന മാതാഹരി, അവരുടെ കഥ പരാമർശിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ആ ചാപ്റ്റർ തന്നെ പ്രത്യേകം വായിക്കാൻ വളരെ അവരുടെ എന്ത് ജീവിതമായിരുന്നു എന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ അനുകമ്പ തോന്നുന്ന ഒരു രീതിയിലാണ് അവരുടെ ജീവിതം. അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. കാരണം മറിയം റഷീദ് ഏകദേശം അതുപോലുള്ളൊരു അനുഭവത്തിലാണ് ചെന്നെത്തിയത്. ചില പോലീസ് ഉദ്യോഗസ്ഥർ അവരൊരു വിഷയത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പിടിച്ച മുയലിന് ഇത്ര കൊമ്പെന്ന് പറഞ്ഞ പോലെ അവരതിൽ നിന്ന് വിടാൻ തയ്യാറാകില്ല. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരിപ്പോൾ ഈ ചാരക്കേസ് കഴിഞ്ഞു, പക്ഷേ ആ പോലീസ് ഉദ്യോഗസ്ഥരെതിരായിട്ടുള്ള കേസ് ഇപ്പോഴും നടക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ കാണുന്നത് അവർ വന്ന് ഇവിടെ എല്ലാം കുഴപ്പം നടന്നു എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു ഭീതിതമായിട്ടുള്ളൊരു അവസ്ഥ. നമുക്കത് കാണുമ്പോൾ നീതിന്യായ വ്യവസ്ഥയെ അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കുന്ന വ്യവസ്ഥയെക്കുറിച്ചിട്ട് സംശയം തോന്നുന്ന അല്ലെങ്കിൽ ഭീതി തോന്നുന്ന ചിലരൊക്കെ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാൽ എന്ന് തോന്നുന്ന രീതിയിൽ നമുക്കൊരു ഉൾക്കിടിലം ഉണ്ടാകുന്ന ഒരു സംഭവം കൂടെയാണിത്. ഞാനിനി എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എനിക്ക് ഈ പുസ്തകമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശ്രീ ജോൺ മുണ്ടക്കയത്തിനെ കാണുന്നത് ഈ പുസ്തകത്തിലെ കുറ്റാരോപിതനായിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ട് ബന്ധപ്പെട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ സംഭവം നടക്കുന്ന സമയത്താണോ CBI ഡയറക്കുറിപ്പ് ഇറങ്ങിയെന്ന് സംശയമുണ്ട്. കാരണം അതിലെ കഥകൾ പോലെയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഓരോരുത്തർക്കും സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് അഭിനയിക്കാൻ തോന്നിയൊരു കാലമായിരുന്നോ എന്ന് എനിക്കൊരു സംശയം. ഞാനന്ന് CDIT എന്ന് പറഞ്ഞ സർക്കാർ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ മുറിയിൽ ഇതേ പോലീസ് ഉദ്യോഗസ്ഥൻ കയറി വരുന്നു. അദ്ദേഹം മമ്മൂട്ടി കാണിക്കുന്ന പോലെ ഒരു കാർഡ് എടുത്ത് CBCID എന്ന് കാണിക്കുന്നു. എന്നെ 12 മണിക്കൂർ ചോദ്യം ചെയ്യുന്നു. പിറ്റേ ദിവസം എനിക്ക് അറിയിപ്പ് കിട്ടുന്നു, അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിന് വേണ്ടി മൂവ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. വിഷയം ഞാൻ ഒരു സോഫ്റ്റ്വെയർ മോഷ്ടിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം. അത് പിറ്റേന്ന് വന്ന പത്രത്തിലെ വാർത്ത തന്നെ ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നുന്നു. കേരളത്തിലെ ആദ്യത്തെ സൈബർ കേസ് പിടിച്ചു എന്നാണ് വാർത്ത. അപ്പോൾ ഇതിൽ ശ്രീ ജോൺ എഴുതിയിട്ടുണ്ട്, ഇതിൻ്റെ ആദ്യത്തെ വാർത്ത വരുന്നതിനെപ്പറ്റി അദ്ദേഹം നടത്തിയിരിക്കുന്ന പരാമർശം എന്ന് പറഞ്ഞാൽ വാർത്തയെ തേടി ലേഖകൻ പോയതല്ല, വാർത്ത ലേഖകനെ തേടി വന്നു എന്നാണ്. ആദ്യത്തെ രണ്ട് പത്രങ്ങളിലെ ആദ്യം വാർത്ത വന്നുള്ളൂ. അതേപോലെയാണ് ഈ വാർത്തയും പ്രശസ്തിക്ക് വേണ്ടിയുള്ള ഒരു വാർത്തയായിരുന്നു. ആദ്യ സൈബർ കേസ് പിടിച്ചു. ഞാൻ വിശദാംശത്തിലോട്ടൊന്നും പോകുന്നില്ല, പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഈ കേസ് ഹൈക്കോടതിയിൽ പോയി, അവിടെ CDIT, ഈ ഗവൺമെൻറ് സ്ഥാപനം CDIT ആ കേസ് ജയിച്ചു. അന്ന് തന്നെ ഒരു വർഷത്തിനകം. അത് കഴിഞ്ഞ് അപ്പീൽ പോയി, അത് ജയിച്ചു. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി, അവിടെയും CDIT ജയിച്ചു. ഈ 2018 ആ കേസ് തീർന്നത്. 18 വർഷം ഒരിടത്തും പരാജയപ്പെടാതെ പോയി. പക്ഷേ അദ്ദേഹം ആ പോലീസ് ഉദ്യോഗസ്ഥൻ പിടിച്ചടത്ത് നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നത് സോഫ്റ്റ്വെയർ മോഷ്ടിച്ചതാണെന്നാണ് പറയുന്നത്. കോടതിക്ക് ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒപ്പിൽ ചെന്ന് പെടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ കേസ് ജയിച്ചപ്പോൾ ശ്രീ ജോണിനെ
പോയി കണ്ട് ഞാനൊരു വാർത്ത കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ പത്രങ്ങളിൽ ഈ ഇത്തരം കേസ് ജയിച്ചു എന്നുള്ള വാർത്തയ്ക്ക് പ്രാമാണ്യമില്ല. പക്ഷേ കേസ് പിടിച്ചു എന്നുള്ള വാർത്തയ്ക്കാണ്, അല്ലെങ്കിൽ ചാരപ്രവൃത്തി നടത്തി, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ മോഷ്ടിച്ചു എന്നുള്ള വാർത്തയ്ക്കാണ് പ്രാധാന്യം. അപ്പോൾ അന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചെറുപ്പക്കാരനായിരുന്നു, വളരെ 37 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എഴുതി കൊടുത്തതിൽ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് വളരെ ഇൻസിനുവേറ്റിംഗ് റിമാർക്കാണെന്ന് പറഞ്ഞു. എനിക്ക് ആ വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ തിരിച്ചു പോയി ആ വാക്ക് പഠിച്ചു. ആ വാക്കിലൂടെയാണ് ഞാൻ ശ്രീ ജോണുമായിട്ട് ഒരു സുഹൃത്ത് ബന്ധം എനിക്കുണ്ടായത്. ഞാൻ ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പ്രശസ്തിയെക്കുറിച്ചൊരു വാക്കും കൂടെ പറയാം. ഞാൻ അന്നത്തെ DGP ആയിരുന്ന ശ്രീ KJ ജോസഫ് സാറിനെ കണ്ട് എൻ്റെ പരാതി ബോധിപ്പിച്ചു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അദ്ദേഹം ആ പരാതി എൻ്റെ അടുത്ത് മുന്നേ വെച്ചപ്പോൾ, അപ്പോൾ ക്യാരംസ് കളിക്കുന്ന പോലെ അദ്ദേഹം തട്ടി തിരിച്ചെൻ്റെ മുന്നിലേക്ക് ഇട്ടു. പക്ഷേ ഞാൻ സംസാര മധ്യേ ഈ ഉദ്യോഗസ്ഥൻ്റെ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹം തലപൊക്കി നോക്കിയിട്ട് ചോദിച്ചു, അദ്ദേഹമാണോ ഇത് അന്വേഷിച്ചതെന്ന് ചോദിച്ചു. ഉടനെ തന്നെ അദ്ദേഹം കൈ നീട്ടി ഞാൻ കൊടുത്ത റെപ്രസെൻറ്റേഷൻ തിരിച്ചു വാങ്ങിച്ചു. ഉടനെ തന്നെ അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റുകയും അദ്ദേഹത്തിനെതിരായിട്ടൊരു അന്വേഷണം ഉത്തരവിടുകയും ചെയ്തു. അപ്പോൾ അതാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ പോലീസ് സേനയിലുള്ള ഒരു പ്രശസ്തി എന്ന് മാത്രം ഞാനിവിടെ പറയുന്നു. കൂടുതൽ വിശദാംശത്തിലോട്ട് ഞാൻ പോകുന്നില്ല. ഇന്ന് ചാരക്കേസ് അവസാനിച്ച് അതുണ്ടാക്കാൻ ശ്രമിക്കുകയും സ്വന്തം പിടിച്ചെടുത്ത് ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞ ആൾക്കാർ സുപ്രീം കോടതി വരെ ചെല്ലേണ്ടി വരികയും ഇപ്പോഴും അതിൽ നിന്ന് വിമുക്തരാകാതെ കേസിൻ്റെ പുറകെ നടക്കുകയാണ്. ജേക്കബ് പുന്നൂസ് സാറിനെ അധ്യക്ഷ പ്രസംഗം നടത്താനായി സാദരം ക്ഷണിക്കുന്നു. ഗുജറാത്തിലുണ്ടായ ഒരു പ്ലേഗ് മൂലം കേരളത്തിൽ ഉണ്ടായത്. ഞാനിതിവിടെ പറയാൻ കാര്യം, ഇതിവിടെ ഉണ്ടാകുമ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ ഗുജറാത്തിലായിരുന്നു. ഞാൻ ഗുജറാത്തിലായതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. അന്ന് ഏതാണ്ട് 3 വർഷക്കാലം 92 മുതൽ 95 വരെ ഞാൻ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ഗുജറാത്തിലായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കേരളത്തിലെ മറ്റ് ധാരാളം വിവാദ സംഭവങ്ങളിൽ സംഭവിച്ചിട്ടുള്ളതുപോലെ ഏതാണ്ട് 1980 മുതൽ 2012 വരെ ഉണ്ടായിട്ടുള്ള എല്ലാ വിവാദ സംഭവങ്ങളുടെയും ഏതെങ്കിലും ഒരു മൂലയ്ക്ക് സാക്ഷിയായോ വാദിയായോ പ്രതിയായോ പ്രസ്താവനക്കാരനായോ ഏതെങ്കിലും സൈഡിൽ ഞാനുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് ഞാൻ ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു. ആദ്യം മുതൽ തന്നെ ഈ കേസിനെ സംബന്ധിച്ച് എനിക്ക് വലിയ സംശയങ്ങളുണ്ടായിരുന്നു. ശ്രീവാസ്തവ സസ്പെൻഷനാകാൻ പോകുന്നു എന്നൊരു ശ്രുതി പറഞ്ഞപ്പോഴാണ് ഇവിടുന്ന് ആരോ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അക്കാലത്ത് ഈ ISROയുടെ റിമോട്ട് സെൻസിങ് സ്റ്റേഷനുണ്ട് അവിടെ, ഡോക്ടർ ശശികുമാറിനൊക്കെ അറിയാം. അതിൻ്റെ അന്നത്തെ മേധാവി എൻ്റെ ഭാര്യാപിതാവിൻ്റെ വിദ്യാർത്ഥിയും സഹ അധ്യാപകനുമായിരുന്നു വളരെ കാലം മുമ്പ്. ആ പരിചയം വെച്ച് ഞാൻ ഗുജറാത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് കൊണ്ട് അദ്ദേഹം റെഗുലറായിട്ട് മാസത്തിലൊരിക്കൽ അദ്ദേഹവും ഭാര്യയും കൂടി എന്നെ സന്ദർശിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു ഇങ്ങനൊരു സംഭവം. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ അതാണ് ഞാനിവിടെ ഇത്ര നോൺസെൻസിക്കലായിട്ടൊരു അലിഗേഷൻ ISROയെക്കുറിച്ച് ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ അത്ഭുതമാണ്. കാരണം ഈ ISROയിൽ ഏതെങ്കിലും വിദേശ ശക്തി അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു രഹസ്യവും ഈ പറയുന്ന കാലഘട്ടത്തിലില്ല. കാരണം ഇവിടുത്തെ കേസ് എന്താണ്? ചാരക്കേസിലെ ഒരു കേസെന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഗതി, എന്തോ ഒരു വിവാദപരമായ ഒരു വലിയ രഹസ്യം, മൂല്യമുള്ള ഒരു രഹസ്യം ISROയിൽ നിന്ന് ആരോ മോഷ്ടിച്ച് ചാരവൃത്തി നടത്തി വെളിയിൽ കൊണ്ടുപോയി എന്നുള്ളതാണ്. ഞാൻ ഉടനെ തന്നെ ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു വിളിച്ച് ചോദിച്ചു, എടോ ഇതെന്തെന്നോട് ഈ കേൾക്കുന്നത്? അപ്പോൾ അയാൾ തന്നെ എന്നോട് പറഞ്ഞു, സാറേ ഇതിനകത്തിൽ യാതൊരു കേസുമില്ല. എന്താണ് ഒരു ചാരവൃത്തി നടത്തിയാൽ ഏത് രേഖയാണ് മോഷ്ടിക്കപ്പെട്ടത്, ഏത് വിവരമാണ് മോഷ്ടിക്കപ്പെട്ടത് എന്ന് പറയേണ്ട ഒരു ബാധ്യത ആരോപിക്കുന്നവർക്കില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അന്ന് ഗുജറാത്തിൽ നിന്ന് കോഴിക്കോട്ട് വന്ന് എൻ്റെ ഭാര്യയെയും വിളിച്ചു കൂട്ടി ട്രെയിനിൽ കയറി ട്രിവാൻഡ്രത്ത് വന്ന്, അന്ന് അദ്ദേഹം സസ്പെൻഷനിലായിരുന്നു, ശ്രീവാസ്തവയുടെ വീട്ടിൽ പോയി. അപ്പം അന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് ശ്രീവാസ്തവ എന്നല്ല, ശ്രീവാസ്തവ എന്നാണ്. അത് നമ്മുടെ ട്രിവാൻഡ്രത്തെ പോലീസുകാർക്ക് ഇതിനോട് പേര് മനസ്സിലായിട്ടില്ല. വാസ്തവ അദ്ദേഹം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വന്ന് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു കാറ് ചോദിച്ചു എനിക്ക്. അപ്പോൾ കാറ് ചോദിച്ച് ഡ്രൈവർ കാറ് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് ശ്രീവാസ്തവയുടെ വീട്ടിൽ പോകണം. സാറ് വാസ്തവ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് പോകുന്നത്, ആരും അങ്ങോട്ട് പോകാറില്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ സംഭവിച്ചത്? എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ഞാൻ ഗുജറാത്തിൽ നിന്ന് വരികയാണ്. അപ്പം
സാറേ അവിടെ ആരും പോലും, അവിടെ പോയാൽ ഐബിയുടെ നിരീക്ഷണത്തിലാണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏതായാലും എനിക്കൊന്നും പറ്റില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പോയി അദ്ദേഹത്തെയും കണ്ടു, മിസ്സസ് ശ്രീവാസ്തവയും കണ്ടു, ഞങ്ങൾ രണ്ടുപേരും പോയി കണ്ടു. കാരണം അത്ര ഒരു അബദ്ധജടിലമായ ഒരു ആരോപണം. അന്നൊക്കെ എത്രമാത്രം ഞാൻ ആലോചിക്കാറുണ്ട്, എത്രമാത്രം കഠിനമായ ഹൃദയവേദനയാണ് ഈ ശ്രീവാസ്തവ അനുഭവിച്ചതെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഞാൻ ആ അവസ്ഥയിലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പോലും ഞാൻ പലപ്പോഴും അമ്പരപ്പെടാറുണ്ട്. എങ്ങനെ ഇങ്ങനൊരു ആരോപണം. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം നോക്കുക. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പിതാവ് യു.പിയിലെ പ്രശസ്തനായൊരു പോലീസ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ അതിപ്രശസ്തനായ വേറൊരു പോലീസ് ഓഫീസർ, അങ്ങനെ 3ാം തലമുറയിൽ പോലീസായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അയാൾ പെട്ടെന്ന് ഇന്ത്യയുടെ മൂല്യങ്ങളെല്ലാം വിട്ട് ഏതോ ഒരു വിദേശ ശക്തിക്ക് വേണ്ടി ചാരവൃത്തി നടത്തി അത് സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നും മറ്റുമുള്ള ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ ഇതിൻ്റെ സത്യമായിട്ടോ ഏതെങ്കിലും ഒരു വാസ്തവത്തിൽ ഉള്ള ഒരു വസ്തുതയുമായിട്ട് അല്ലെങ്കിൽ ഒരു രേഖയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ എന്ന് പോലും നമ്മൾ ആലോചിക്കാതെയാണ് നമ്മളിത് ചെയ്തത്. എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായാൽ ആ സംശയം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്നതിന് പകരം വസ്തുത സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് തന്നെ ആരെയെങ്കിലും കുറ്റവാളികളാണ് എന്ന് മുദ്രയടിക്കുന്നത് എത്ര മഹാപാതകമാണ്. എൻ്റെ എല്ലാ പത്രപ്രവർത്തന മേഖലകളിൽ തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. നിരവധി സംഭവങ്ങൾ, നിരവധി വിവാദങ്ങൾ, നിരവധി സ്കൂപ്പുകൾ ഇവയെല്ലാം തന്നെ മുണ്ടക്കയത്തിൻ്റെ വകയായിട്ടുണ്ട്. അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷവും സത്യങ്ങളുടെ പുറകെ, യാഥാർത്ഥ്യങ്ങളുടെ പുറകെ, കേരളം അറിയാൻ ആഗ്രഹിക്കുന്ന വസ്തുതകൾക്ക് പുറകെ പിന്നെയും അന്വേഷിച്ചിറങ്ങി വളരെ ബന്ധപ്പെട്ട് വളരെ സ്തുത്യർഹമായ രീതിയിൽ വിവരങ്ങൾ പിന്നെയും ശേഖരിച്ച് അവലോകനം ചെയ്ത് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. പുസ്തകം പ്രകാശനം ചെയ്യാമെന്ന് സദയം സമ്മതിച്ചിരുന്ന ISRO മുൻ ചെയർമാൻ G. മാധവൻ നായർക്ക് ആരോഗ്യപരമായ കാരണങ്ങളാൽ ചടങ്ങിനെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഹ്രസ്വ സന്ദേശം ഇവിടെ കേൾപ്പിക്കുന്നു. ഇന്നത്തെ ഈ ബുക്ക് റിലീസിൽ ഫംഗ്ഷനിൽ പങ്കുചേരാൻ കഴിയാത്തതിൽ എനിക്ക് വളരെയേറെ സങ്കടമുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പണിപ്പുരയിൽ തന്നെ പല പ്രാവശ്യം അതിൻ്റെ ഡ്രാഫ്റ്റുമായിട്ട് ശ്രീ ജോൺ എന്നെ സമീപിക്കുകയുണ്ടായി. പല കാര്യങ്ങളെപ്പറ്റിയും അദ്ദേഹം എന്നോട് വിശദമായി ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടികൾ നൽകുകയും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞത് സന്തോഷമുണ്ട്. ശ്രീ ജോണിൻ്റെ പ്രവർത്തന പരിചയം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ കാലമായിട്ട് മനോരമയുടെ ന്യൂസ് റിപ്പോർട്ടറായിട്ടും എഡിറ്ററായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വം. അദ്ദേഹം പ്രത്യേകിച്ചും ഈ ISROയുടെ ചാരക്കേസ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ സമയത്ത് എല്ലാ വിധത്തിലുള്ള കാര്യത്തും കൃത്യമായി തന്നെ വിശകലനം ചെയ്യുകയും അതിൽ വളരെ വിദഗ്ധമായ രീതിയിൽ പഠനം നടത്തുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ചാരം എന്നുള്ള പുസ്തകം പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ സത്യസന്ധവും കൃത്യവുമായിട്ടുള്ളതാണ്. അത് ഏതൊരു പത്രപ്രവർത്തകനും ലേഖകനും അഭിമാനിക്കാൻ കഴിയുന്നതാണ്. അത് പറഞ്ഞിട്ടുള്ള രീതിയും വളരെ രസകരമായിട്ട് ഒരു നോവൽ വായിക്കുന്ന അത്ര ലാഘവത്തോടു കൂടി വായിച്ചു പോകാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും വായനക്കാർക്ക് കഴിയുന്ന രീതിയിലാണ്. അതിന് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. തീർച്ചയായിട്ടും ഈ പുസ്തകം പല സംഭവങ്ങളിലേക്കും ഇനിയും കാണേണ്ട കണ്ടുപിടിക്കേണ്ട പല കാര്യങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഇനിയും പുതിയ പുതിയ വിവരങ്ങൾ വരാനും അതുവഴി ശരിക്കും കുറ്റം ചെയ്തിട്ടുള്ളവരെ ശിക്ഷിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നല്ലൊരു പത്രപ്രവർത്തകന് കൃത്യമായിട്ട് എങ്ങനെയാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കാമെന്നും അത് എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിക്കാമെന്ന ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ചാരം എന്ന ഗ്രന്ഥം. ഇതിൻ്റെ പ്രകാശനം നടക്കുന്ന വേദിയിൽ ഇതിൻ്റെ ഗ്രന്ഥകർത്താവിന് പ്രസാധകർക്കുമെല്ലാം ഞാൻ എൻ്റെ
അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. അതോടൊപ്പം ഈ പുസ്തകം വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റായിട്ട് മാറുമെന്ന വിശ്വാസത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. മുൻ അംബാസിഡർ ശ്രീ ടി പി ശ്രീനിവാസൻ സാറാണ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ശ്രീനിവാസൻ സാറിനെ പുസ്തകം പ്രകാശനം ചെയ്യാനും ഏറ്റുവാങ്ങാനായി മുൻ DGP രമൺ ശ്രീവാസ്തവ സാറിനെയും ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീ രമൺ ശ്രീവാസ്തവ സാറിനെ പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മളിപ്പോൾ മഹാഭാരതം കഥയുടെ ഒരു ചർച്ച നടക്കുമ്പോൾ ഭീഷ്മരും കർണനും അവിടെ എത്തിയാൽ എങ്ങനെയിരിക്കും? അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ശ്രീ രമൺ ശ്രീവാസ്തവയും ശ്രീ ശശികുമാറും ഇതിൽ ഉൾപ്പെട്ടത് പലതരത്തിലാണെങ്കിൽ പോലും അവരിതിലെ കഥാപാത്രങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാകുന്നത് ഇത് പഴയ ഒരു കഥയല്ല, ജീവിച്ചിരിക്കുന്നവർ നമ്മോട് കൂടെയുണ്ട്. അതങ്ങനെ ഒരു അസാധാരണ സംഭവമാണ് മഹാഭാരതത്തിൽ കർണനും ഭീഷ്മരും അവതരിക്കുക എന്ന് പറയുന്നത്. ഞാൻ ഈ പുസ്തകത്തെ കാണുന്നത്, ഒന്നാമത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഈ പുസ്തകം ഈ കഥ പ്രചരിക്കുമ്പോൾ. ഞാനന്ന് അമേരിക്കയിലായിരുന്നു. അന്നും പക്ഷേ അതിൻ്റെ അനുരണനങ്ങൾ അമേരിക്കയിലും കേൾക്കാമായിരുന്നു, ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒറ്റ കാര്യമാണ് അമേരിക്കക്കാർ ഞങ്ങളോടന്ന് പറഞ്ഞത്: ഈ ക്രയോജനിക് എൻജിൻ ഇന്ത്യക്ക് കൊടുക്കരുത്, റഷ്യ ഇന്ത്യക്ക് കൊടുക്കരുത് എന്ന് നിർബന്ധം പിടിച്ചത് അമേരിക്കയായിരുന്നു. അതൊരു പ്രത്യേകതയാണ്. കാരണം റഷ്യ സോവിയറ്റ് യൂണിയനുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ അമേരിക്ക പറഞ്ഞിട്ടാണ് ക്രയോജനിക് എൻജിൻ ആദ്യം ഇന്ത്യക്ക് കൊടുക്കാൻ സോവിയറ്റ് യൂണിയൻ തയ്യാറാകാത്തത്. അപ്പോൾ അതിലൊരു സീനിയർ ഡിപ്ലോമാറ്റ് എന്നോട് പറയുന്നുണ്ടായി, ഇപ്പോൾ ശരിയായില്ലേ, ഞങ്ങളിത് കൊടുത്തിരുന്നെങ്കിൽ ഇതെല്ലാ രഹസ്യങ്ങളും പാകിസ്ഥാൻ്റെ കയ്യിൽ കിട്ടുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിൽ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ഒരു അറിവും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ചു വന്നതിന് ശേഷം പലരെയും പരിചയപ്പെട്ടു. നമ്പി നാരായണനോട് ധാരാളം സംസാരിച്ചു, സിനിമ കണ്ടു, ഞാൻ അദ്ദേഹത്തിനെ ഇൻ്റർവ്യൂ ചെയ്യുകയുണ്ടായി. അങ്ങനെ കുറേയൊക്കെ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനിതിനെ കാണുന്നത് ശ്രീ ജോൺ മുണ്ടക്കത്തിൻ്റെ ഒരു ട്രാൻസ്ഫർമേഷനാണ്, ഒരു മാറ്റമാണ്. കാരണം ഇത്രയും നാൾ ഒരു പത്രപ്രവർത്തകനായിരുന്ന അദ്ദേഹം അതിൽ നിന്ന് മാറി ഒരു ചരിത്രകാരനായി മാറുന്നു എന്നുള്ളതാണ് ഞാനതിൽ കണ്ടത്. അത് ഞാൻ പറയാൻ കാര്യം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ BG വർഗീസ്, നമ്മുടെ പ്രശസ്തനായ ജേർണലിസ്റ്റ്, എന്നോട് അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ആ പുസ്തകത്തിൻ്റെ പേര് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ഹിസ്റ്ററി എന്നാണ്. അപ്പോൾ അതിനെപ്പറ്റി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ജേർണലിസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതുകളാണ് ചരിത്രത്തിൻ്റെ. അപ്പോൾ പലതരത്തിലുള്ള തെറ്റുകൾ വരാം, പലതരത്തിലുള്ള പെട്ടെന്ന് കിട്ടുന്ന ആശയങ്ങൾ വരാം. പക്ഷേ ഒരു നല്ല ജേർണലിസ്റ്റ് അദ്ദേഹം വിരമിച്ചു കഴിഞ്ഞാൽ ചരിത്രകാരനായി മാറണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അദ്ദേഹത്തിന് അത് വയ്യാനുള്ള സമയം ലഭിച്ചില്ല. പക്ഷേ ജോൺ മുണ്ടക്കൻ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. അദ്ദേഹം ഈ കഥ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൽ പലതരത്തിലുള്ള പരാതികളുണ്ടായി. എന്നാൽ ജേർണലിസ്റ്റ് തമ്മിലുള്ള മത്സരങ്ങളും അതുകൊണ്ട് പലർക്കും പലതും എഴുതേണ്ടി വന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇതിനകത്ത് വിവരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം അദ്ദേഹം ഒരു ചരിത്രകാരനായി മാറുകയാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തിനൊരു അവസരം കിട്ടി. അതുകൊണ്ട് പണ്ട് തെറ്റുകൾ ഉണ്ടായതൊക്കെ ചൂണ്ടിക്കാണിക്കാനും ചരിത്രപരമായി ഇതിന് ഒരു പ്രാധാന്യം നൽകാനും അദ്ദേഹം തയ്യാറായിരിക്കുന്നു. അത് അതിൻ്റെ മുമ്പിലത്തെ എഴുതിയ ശ്രീ ഉമ്മൻചാണ്ടിയെ പറ്റി ഉണ്ടായിരുന്ന പരാതികളുള്ള ഒരു സമയത്തെപ്പറ്റിയും അദ്ദേഹം വളരെ ഒരു ചരിത്രകാരൻ്റെ ദൃഷ്ടിയിലൂടെ വിവരിച്ചിട്ടുള്ളത് നമുക്കറിയാം. ഞാൻ റിവ്യൂവിൽ എഴുതിയ മറ്റൊരു കാര്യം ഇതിൻ്റെ ടൈറ്റിലിനെ പറ്റിയാണ്. അതിപ്പോൾ പറയുകയുണ്ടായി ശ്രീ ജേക്കബ് പെന്നൂസ്. കാരണം ചാരം എന്ന വാക്കും
ചാരവൃത്തി എന്ന വാക്കും രണ്ടും രണ്ടാണ്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പേര് കേട്ടാൽ തന്നെ അറിയാം ഇത് അർത്ഥമില്ലാത്ത കഥയാണ് എന്ന്. കാരണം നമ്മളൊക്കെ തീയും പുകയും ഒക്കെ കണ്ടിരുന്ന ഒരവസരം അത് വെറും ചാരമായിരുന്നു എന്ന് അദ്ദേഹം ഇതിനകത്ത് വ്യക്തമായി ആ പുസ്തകത്തിൻ്റെ പേര് കൊണ്ട് തന്നെ വളരെയധികം ആ തിരഞ്ഞെടുത്ത പേര് ഞാൻ അദ്ദേഹത്തിനെ അനുമോദിക്കുകയുണ്ടായി. ഞാൻ പ്രസിദ്ധീകരിച്ച ഇൻ്റർനെറ്റ് ന്യൂസ് പേപ്പറിൽ ISRO ലീഡർഷിപ്പിൻ്റെ റോൾ തന്നെയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായപ്പോഴും നമ്പിനാരായണനെ ആളുകൾ ക്രൂശിച്ചപ്പോഴും ഒന്നും ISROയിലെ ഒരു നേതാവും ചെയർമാനാകട്ടെ മറ്റാരൊന്നും ഞങ്ങൾക്ക് ഇങ്ങനൊരു എൻജിൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്നും അങ്ങനൊരു എൻജിൻ ഉണ്ടായാൽ തന്നെ അത് പാക്ക് ചെയ്ത് പാകിസ്ഥാനിലേക്ക് അയക്കാൻ പറ്റുകയില്ല എന്നും പറഞ്ഞിരുന്നെങ്കിൽ ഈ കഥ അവിടെ അവസാനിക്കുമായിരുന്നു. എന്തുകൊണ്ട് അവർ ചെയ്തില്ല എന്നുള്ളത് ഇപ്പോഴും ഒരു മിസ്റ്ററി തന്നെയാണ്. ഒരു കാലത്ത് ISRO നേതാക്കന്മാർ ഒരു പക്ഷേ അതിനെപ്പറ്റി പറയുമായിരിക്കും. കാരണം ക്രയോജനിക് എൻജിൻ നമ്മുടെ കയ്യിലില്ല, വികാസ് എൻജിനുണ്ട്, ശരിയാണ്. പക്ഷേ ഈ എൻജിനൊന്നും കടലാസിൽ പൊതിഞ്ഞോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റായിട്ടോ ആർക്കും ട്രാൻസ്ഫർ ചെയ്യാവുന്ന കാര്യമില്ല. ടൺസ് ഓഫ് പേപ്പേഴ്സ് അതിനകത്തുണ്ട്, പലതരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് എക്യുപ്മെൻ്റ് ഉണ്ട്. അതൊന്നും എടുത്തു കൊടുത്താൽ അതൊരു കടലാസ് വാങ്ങിച്ച് കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ കീ കൊടുക്കുന്ന പോലെ കൊടുക്കാനൊക്കെ ഇല്ല. അത് പറഞ്ഞിരുന്നെങ്കിൽ അന്നേ ഇത് ചാരമാകുമായിരുന്നു. പക്ഷെ അത് പറയാത്തതിന് എനിക്ക് തോന്നുന്നത് ഈ ന്യൂക്ലിയർ മാറ്റേഴ്സും സ്പേസ് മാറ്റേഴ്സും പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണ്. കാരണം ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ ഈസ് എ ലോട്ട്. ഇപ്പോൾ തന്നെ ഇറാനിൽ അമേരിക്ക ബോംബ് ചെയ്തില്ലേ, അവരുടെ ന്യൂക്ലിയർ സ്റ്റേഷൻസാണ് ബോംബ് ചെയ്തത്. അതിനു മുമ്പ് ഇസ്രായേൽ ഇറാഖിനെ ബോംബ് ചെയ്തു. അപ്പോൾ ഇത് ഈ സ്പേസ് പ്രോഗ്രാംസും ന്യൂക്ലിയർ പ്രോഗ്രാംസും എപ്പോഴും മറ്റുള്ളവർ സൂക്ഷിച്ച് കാണുന്നതാണ്. അതിൻ്റെ ഇൻ്റർനാഷണലായിട്ടുള്ള അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ധാരാളമായിട്ടുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ രണ്ട് വിഷയങ്ങളിൽ നമ്മളെല്ലാം വളരെയധികം വളരെ കെയർഫുള്ളായിരിക്കണം. അതായിരിക്കണം ISRO നേതൃത്വത്തിനുണ്ടായിരുന്നത്. കാരണം അവർ വിചാരിച്ചത് ഒരുപക്ഷെ ഇതിലൊന്നുമില്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ ലോകത്തുള്ളവർ വിചാരിക്കുമായിരിക്കും ഇവിടെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നും അത് ISRO കവർ ചെയ്തും എന്ന് ലോകം ധരിക്കും എന്നുള്ള ഭയം കൊണ്ടാണ്. അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നു ഇത് ഒരു ചാരമാണ്, ചാരക്കഥയല്ല എന്ന്. പക്ഷേ മറ്റ് പത്രങ്ങളെല്ലാം അങ്ങനെ ഒരു കഥ എഴുതിയപ്പോൾ മനോരമയ്ക്ക് മാത്രം അത് എഴുതാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് എഴുതുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജേർണലിസ്റ്റ് എന്നുള്ള ആ പേഴ്സണാലിറ്റി, അപ്പോൾ ആ കാലഘട്ടത്തിൽ മനോരമയ്ക്ക് അത് എഴുതാതെ നിവൃത്തിയില്ല എന്ന് അദ്ദേഹം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ള കൂടിയാണ് അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു അന്ന് ഫിക്ഷനായിരുന്നത്, ഏതൊക്കെയാണ് അതിൽ സത്യമായിരുന്നതെന്നുള്ള ഒരു പ്രത്യേകതയാണ് ഈ പുസ്തകത്തിനുള്ളത്. ആ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനും അത് തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഇന്ന് കാണുന്ന കാര്യങ്ങൾ മാത്രമാണോ ഉള്ളത്, ഇതിൽ കൂടുതൽ കഥകളുണ്ടോ എന്നുള്ള ഒരു ജിജ്ഞാസ കൂടി നമുക്കെല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊരു പോലീസുകാരൻ്റെ ഒരു മാൾഡീവൻ സ്ത്രീയുമായിട്ടുള്ള താല്പര്യത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. എങ്ങനെയാണ് ഒരു പോലീസുകാരൻ ഇങ്ങനെ വലുതാക്കി കൊണ്ടുവരുന്നത്? അപ്പോൾ അതിൽ ആരൊക്കെയാണ് അതിൽ സഹകരിച്ചത്, ആർക്കൊക്കെയാണ് അതിന് ഉത്തരം പറയേണ്ടി വന്നത്? ശ്രീ കരുണാകരൻ രാജിവെച്ചത് തന്നെ അതുകൊണ്ടാണെന്നാണ് പലരും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു പോലീസുകാരൻ്റെ കഥയിൽ നിന്ന് വന്നതാണോ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ജോൺ പറയുന്നത് കൊണ്ട് മാത്രം എല്ലാവരും വിശ്വസിക്കണം എന്നില്ല. പലരും അതിനെ ചോദ്യം ചെയ്യുമായിരിക്കും, മറ്റു പലതും നമുക്കില്ലാത്ത ഉണ്ടായിരിക്കും എന്നൊക്കെ കഥകളുണ്ടാകാം. ഈ മാതാഹരിയുടെ കാര്യം അദ്ദേഹം നമ്മുടെ അച്യുതശങ്കരൻ നായർ പറഞ്ഞല്ലോ. അവർ വളരെയധികം വലിയ മാതാഹരി എന്ന് പറയുന്ന അവർ ജർമ്മനിയിൽ ഏറ്റവും വലിയ സ്പൈ ആയിരുന്നു എന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ അവസാനം അവർ പാവങ്ങളായ രണ്ട് സ്ത്രീകളാണ് എന്നുള്ള കഥയിലേക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് കഥകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ റിവ്യൂ അവസാനിപ്പിച്ചത് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്.
ഇതിൽ സക്കറിയയുടെ ഒരു വാചകം ബുക്കിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. സക്കറിയ പറയുന്നു, ഇത് ഈ ചാരക്കഥയുടെ ലാസ്റ്റ് വേർഡ് ആണ് എന്ന്. അതിലെനിക്ക് സംശയമുണ്ട്. ഞാനത് ജോണിനോട് പറയുകയും ചെയ്തു. ഇത് ലാസ്റ്റ് വേർഡ് ആകണമെന്നുണ്ടോ? അങ്ങനെ നമുക്ക് തീർത്ത് പറയാൻ പറ്റുമോ? പലതരത്തിലുള്ള ചരിത്രകഥകളും നമുക്കറിയാം. നമ്മൾ ലാസ്റ്റ് വേർഡെന്ന് വിചാരിക്കുന്നത് സെഞ്ച്വറീസിന് ശേഷം മാറിയിട്ടുള്ള എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അത് ഞാൻ കൊടുത്ത ഒരു ഉദാഹരണം ജോൺ ഓഫ് ആർക്കിൻ്റെ കഥയാണ്. ബെർണാഡ് ഷോയുടെ ജോൺ ഓഫ് ആർക്ക് നമുക്കെല്ലാം അറിയാവുന്ന നാടകമാണ്. അവസാനം ജോൺ ഓഫ് ആർക്കിനെ ദൈവത്തിനെതിരായി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ദൈവത്തിനേക്കാളും കൂടുതലായിട്ട് സ്വന്തം പ്രാധാന്യമെടുത്തു എന്നൊക്കെ പറഞ്ഞ് അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരെ കൊന്ന എക്സിക്യൂഷണർ അവരെ സ്റ്റേക്കിൽ ബേൺ ചെയ്ത് കഴിഞ്ഞിട്ട്, ആ നാടകത്തിലാണ്, അദ്ദേഹം ഓഡിയൻസിനോട് പറയുന്നു, വി ഹാവ് ഹേർഡ് ദ ലാസ്റ്റ് ഓഫ് ഹർ എന്ന്. സെഞ്ച്വറീസിന് മുമ്പാണ്. അപ്പോൾ അവിടെ ഇരുന്ന ഒരു വൈസ് മാൻ പറയുന്നു, ലാസ്റ്റ് ഓഫ് ഹർ ഐ വണ്ടർ. അതെങ്ങനെ സംഭവിച്ചു? പിന്നീട് ജോൺ ഓഫ് ആർക്ക് സെയിൻറ്റ് ജോണായി, ഫ്രാൻസിലെ ഏറ്റവും വലിയ ഹീറോയിനായി. അപ്പോൾ അവർ മരിച്ചപ്പോൾ അത് ലാസ്റ്റ് വേർഡാണ്, അല്ലെങ്കിൽ ദിസ് ഈസ് ദ ലാസ്റ്റ് ഓഫ് ഹർ എന്ന് പറഞ്ഞത് ഒരു പക്ഷേ ഒരു ചരിത്രപരമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ ആ ബുദ്ധിമാനായ മനുഷ്യൻ പറഞ്ഞു, ലാസ്റ്റ് ഓഫ് ഹർ ഐ വണ്ടർ എന്ന്. അപ്പോൾ അത് തന്നെയാണ് ഞാനിത് കൺക്ലൂഡ് ചെയ്യുന്നത്, ലാസ്റ്റ് ഓഫ് ദ സ്റ്റോറി ഐ വണ്ടർ. അത് നമുക്ക് എപ്പോഴും അത് നിലനിൽക്കും. പക്ഷേ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തി, ഈ ഗ്രന്ഥം തീർച്ചയായിട്ടും നമുക്ക് ഒരു അറിവിന് മുതൽക്കൂട്ടാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അദ്ദേഹം. പക്ഷേ ഈ പുസ്തകം എഴുതിയതോടുകൂടി അദ്ദേഹം അതിൽ നിന്നും ഉയർന്ന് ഒരു ചരിത്രകാരൻ ആയിരിക്കുകയാണ്. അദ്ദേഹം കൂടുതൽ ഇതുപോലെയുള്ള പുസ്തകങ്ങൾ എഴുതട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത് പ്രകാശിപ്പിക്കാനുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ശ്രീ രമൺ ശ്രീവാസ്തവ സാറിനെ പ്രസംഗിക്കുന്നതിനായി ക്ഷണിക്കുന്നു. Whatever he has said today, you have heard. Whatever has happened in connection with the ISRO case, you all know. At least now you know the truth. I am attending this function today. For the first time, I am attending a function related to the ISRO case in any respect. Many functions have been organized, many functions have been conducted, many meetings have been held, public and private, but I have never attended any such meeting or any such function, ever. I have never expressed any feelings or given any statements or made any public statement in any respect with regard to the ISRO case. I am attending this case today only because of my personal respect for Mr. John Mundakayam, who came to me during the case and said that he has personally verified the facts of the matter and he is satisfied that I am innocent. And therefore he said he will not write against me. And after that, I respect him for not having written anything against me. For that, I respect him as a journalist, as a man of sincerity and integrity. And I compliment him for having come out with this book. This book will further contribute to putting at rest the various allegations regarding the ISRO case. However, I still maintain that I have never spoken in public or released any public statement regarding the ISRO case, and I do not intend to commence or start now. Whatever I have suffered remains with me. Whatever has happened is now in the public view. I thank each and every one of you for all your good wishes, and I wish John Mundakayam's book becomes a resounding success. God bless everybody. Thank you. അടുത്തതായി ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കാൻ ചാരക്കേസിൽ ഏറെ പീഡനമേറ്റുവാങ്ങിയ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഭാരതത്തിന്റെ കയ്യൊപ്പ് പതിപ്പിച്ച ISROയുടെ മുൻ ശാസ്ത്രജ്ഞൻ ശ്രീ D. ശശികുമാർ സാറിനെ സാദരം ക്ഷണിക്കുന്നു.
This is the first time I am making a public appearance on an issue related to the ISRO spies case. Now, before I get into my main talk, let me tell what I am. Many people may not know. See, I joined in 1968 time frame, and then I was the one to make rockets in VSSC, rocket fabrication. And I was directly picked and put here by Dr. Sarabhai. So I had a lot of responsibility, a lot of freedom, a lot of technical powers and all that. So we first established the India's only integrated rocket fabrication facility in Tumba. And I am responsible for the first Indian-made rocket, in India made, which is launched from our launch site, TERS itself. So that is my background, and that is the time ISRO decided to go for a satellite launch vehicle. It was one of the ambition of Sarabhai, and a team was formed, myself, Kalam, Srinivasan, Majid, and Madhavan Nair. And none of us have ever seen a rocket of that size which is capable of putting a satellite. That means we were all virgin. We never knew how it looks like, what is its length, width, and what are the fuel used and all that. We sat together. We made the India's first satellite launch vehicle, and we launched the first Rohini satellite in a matter of 7 years. Nobody has ever seen, never trained. We have never gone to foreign countries to pick it up. These are all homemade launch vehicle. So that's my credential, and I'm standing with that. And to make SLV, I was responsible for making the entire fabrication. Then it's making the vehicle. Early morning, Kalam will come to me, pick me up around about 7:30, 8 o'clock. We'll go to Tumba, and we will return at night, 11 o'clock. We have never seen over that 8 years time frame how the evening sun is. We have never seen. We have never seen even our children going to school. I am not a guardian of any of my 3 children because I was never available here. We were totally dedicated. That is how the Indian space program slowly got into a finally business-like organization which you today think. Now you think about it, somebody comes and catch you, say that, bloody hell, you are a spy. What do you think? What can be your feeling? Now, I am so good for the country's targets, and you are being treated like a third-rate criminal, and you are being taken through the various places. And I still remember Chennai railway station, we were all chained, pulled like Alsatian dog being pulled in the platform. I was feeling what a country, what we have done, how we feel it. It is not that the pain per se, it's the type of feeling that you did so great. And you see, whenever in whichever city I go, I will have at least 2 directors waiting for me in the airport to take me, because I used to travel 20 days a month to various work centers, 120 work centers, except Kashmir and one of the, I think, Arunachal Pradesh. Now think how this has started. Now all the stalwarts of the police, I got so much of, I used to be very proud about Kerala police and all that. Now let me see, when the case is started, you have caught hold of a lady for whatever it is. She has talked to me or I have talked to her or something like that. There is no restriction in ISRO for anybody to talk to anyone, marrying anyone, living with anyone. There is no problem. Not only then, even today, it's like that. How our police mistook that? That's one. Number 2, that from the lady, what they have picked it, they have picked her passport. Now you just look at, she has come in her own name, her own passport, her photograph, and she's not having any money, She was selling some rings and all that. Now, these are all the first generation information going to the policeman. Can a policeman expect a spy
coming on her own passport, without money, not knowing the language. This is something failure. And from that chap, FIR is getting generated. In no level in the Kerala police, the mighty Kerala police, no one could ask, hey, how the hell is that? How can she be a spy because she has come in her own passport, her own. And next day, I know Mangalam Ajit. He has traveled immediately to Maldives, went to her house, verified, address is same, everything. How can you call a fourth standard student of that IQ level if he says, hey, son, come on, here is a person who comes in a passport, in her own photograph, her own home address, all these things. Can she be a spy? You ask 100 boys, fourth standard, not even one will tell you. Again, another incident I can tell you. Let's say Mr. P.R. Chandran, I think Raman Srivastava, a colleague, he's a classmate of mine. We studied together from the young years. And I being in ISRO, he was rising in the police force. So when I wanted some help, actually I said to Chandra, I got a case because these ladies, I have never seen them, but they requested, sir, my daughter has come from Maldives, studying in one school in Bangalore, but she forgot that after 90 days, her visa should be renewed. So it is 7 months or 8 months, something like that. So she is stuck, she cannot travel now and all that. So they requested, being a good-hearted person, I told her, yes, I got a friend who may be able to help. So I talked to P.R. Chandran. P.R. Chandran talked to Mr. Bhaskar, his batchmate, who is in Bangalore. And he said, all right, let the lady come and we will extend the visa. Actually, in the book, John has made one mistake. He thought it is for school admission. No, it is not for school admission. It was for this girl who is 17, 18-year-old studying in the school, wants to go back home, and she wants to have the visa extended. Then only she can have an exit. And this is how it is done. Now, instead of that, I told the first police officer who contacted me, I told all the story. Because there is nothing I have to worry about it. So I told all these things. I told Mr. P.R. Chandran and the gentleman on the day one of the IG is P.R. Chandran, not Mr. Raman Srivastava. Raman Srivastava, because of his bad luck, somehow got into that. It may be the fate. Otherwise, they know on the day one it is P.R. Chandran. And P.R. Chandran, everybody knows. I think in the book it is, John has covered it. So that is how it is going on. So somebody has to really study why it has happened, how it can happen. Now, another joke I would like to share with you is, assume these ladies were from Canada or from UK. What would have been the tamasha here? Can this be wound up like that? Now you have put these two innocent, illiterate, innocent ladies, 3.5 years. That too, 2-time NSA. As if she goes away, you will fall. NSA was clamped on these poor ladies 2 times. Now, I am undergoing some cancer treatment, so I got a lot of problems. Plus, I got a stroke. But okay, at the 86, I still go strong. I run around, drive the car and all that. So I'm still that way, even though I have gone through a lot of physical torture and all that from our friends. Somebody has to seriously review. It is not Charam is no more Charam. That's not the end of the story. The story is somebody should really study why it has happened. In spite of that, the fact which I told, that the passport, that how the next level of police officer can overlook that. If it is understood then and there, they would have closed the case on the day one. But they didn't do it. Poor fellows, they have 3.5 years they were in the jail, and no compensation, no excuse, no apology was ever
extended to them. What I understood is they were taken from their place in the night, went and dropped them at the airport, practically in the aircraft, and they washed off their hand. No, because I am involved innocently into this. I know in and out, and I happen to fight my case in Supreme Court myself as a petitioner in person. So I know all the details. I know very well how it is all cooking up. And now the first phase where the FIR was created and everybody failed there, and it got into a big issue. Now there is a second phase which Dr. T.P. Srinivasan has cut. I really appreciate that he have made an observation going to the book. There is a phase wherein ISRO, have they contributed to this? I got my own reasons to say this question. Yes, it is a thing which was never investigated. Third phase, of course, is a political thing in which I am totally at a loss. But the middle stage, that is the one which has to be reviewed fully, because there are a lot of, probably a lot of hidden failures and all that. See, when your house is burning, any man with minimum sense will he not take a bucket full of water and pour it? It should be done. It's fully, purely natural. Why it is not done? This is the first time I am appearing in a public meeting, even though I was invited by several times. Okay, thank you. ഡോക്ടർ ജാൻസി ജെയിംസിനെ സാദരം ക്ഷണിക്കുന്നു. ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ് ജോൺ മുണ്ടക്കയം. ഇവിടെ ഇരിക്കുന്ന മിക്കവരുടെയും സുഹൃത്തുമാണ്. നല്ലൊരു മനുഷ്യൻ, കഴിവുള്ളയാൾ, നന്നായിട്ട് എഴുതാനറിയാം, ഹൃദ്യമായി പെരുമാറാനറിയാം. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരിയായി അദ്ദേഹം ഇന്ന് നമ്മുടെ മുമ്പിലെത്തിയ ഈ പുസ്തകത്തിൻ്റെ ഓഥറായിട്ട് എത്തിയത് ഒരു ചരിത്ര പുരുഷനായിട്ടാണ് എന്നെനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചയാളാണ്. എന്നേക്കാൾ ഇളയാളാണ് കേട്ടോ. ഞാൻ SB കോളേജിൽ MA ചെയ്യുമ്പോൾ അദ്ദേഹം അവിടെ BA ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതുപോലൊരു ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിന് ഇത്ര വലിയ ഒരു സംഭാവന നൽകാൻ അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിന് ശേഷം കഴിയുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു സത്യാനന്തര ലോകത്താണ്, പോസ്റ്റ് ട്രൂത്ത് വേൾഡ്. പ്രോവർബ് പറയുന്നത് പോലെ ദി ലൈ ഹാസ് ട്രാവൽഡ് ഹാഫ് ദ വേൾഡ് വെൻ ദ ട്രൂത്ത് ഹാസ് പുട്ട് ഓൺ ദ ഷൂസ്. സത്യം ചെരുപ്പിട്ട് തുടങ്ങിക്കഴിയുമ്പോൾ അസത്യം ലോകത്തിൻ്റെ പകുതി ഭാഗം യാത്ര ചെയ്ത് കഴിഞ്ഞിരിക്കുമെന്ന്. ഏതാണ്ട് അതുതന്നെയാണല്ലോ ഈ പുസ്തകത്തിൻ്റെ പ്രമേയമായ ചാരവൃത്തി കേസിൽ സംഭവിച്ചത്. എല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. വാസ്തവത്തിൽ ഈ വേദി ഒരു ചരിത്രവേദിയാണ്. ഈ കേസിനോട് ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത് നിൽക്കുന്നയാളുടെ സാന്നിധ്യം ഒരു വലിയ ഒരു വളരെ ധന്യമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ ജോൺ മുണ്ടക്കയത്തിൻ്റെ ഏറ്റവും ധന്യമായ നിമിഷമാണ്. അദ്ദേഹം ഒരു ഗവേഷകനാണ്. അച്യുതശങ്കർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഗവേഷണ ചാതുര്യം സത്യത്തിൻ്റെ പിറകെ, ആ മനസ്സെപ്പോഴും സത്യത്തിൻ്റെ പിറകെയുണ്ട്. ഈ പുസ്തകത്തിന് ഒരു സത്യാന്വേഷണ കഥയുടെ വിലയേക്കാൾ കൂടുതൽ നമുക്ക് നൽകുന്ന ചില ബോധ്യങ്ങളുണ്ട്. സത്യം ജയിക്കും, സഹനത്തിന് വിലയുണ്ട്, ഒരുപാട് തെറ്റുകളുടെ നടുക്കാണ് നാം സത്യം അഥവാ ശരി എന്ന് കരുതി ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് ബോധ്യങ്ങൾ. ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു ശ്രീ ജോൺ മുണ്ടക്കയത്തിനെ. ഇനിയും ഒരുപാട് അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തന ജീവിതത്തിനിടയിൽ ഒരുപാട് ഇതുപോലെയുള്ള സത്യങ്ങൾ ചാരം മൂടിക്കിടക്കുന്നുണ്ടാവും. ആ സത്യങ്ങളൊക്കെ ആ ധന്യമായ തൂലികയിലൂടെ പുറത്തേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ അദ്ദേഹത്തെ ആശംസിക്കാനും ഇതിൽ പങ്കെടുക്കാനും അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ശ്രീ ജോൺ മുണ്ടക്കയം സാറിനെ ക്ഷണിക്കുന്നു. ശ്രീമതി ജാൻസി ജെയിംസ് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിലെ ധന്യ നിമിഷം തന്നെയാണ്. എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ദൗത്യം ഇന്നിവിടെ പൂർത്തിയാകുകയാണ്. അതിന് സാക്ഷിയാകാൻ വേണ്ടി ഇവിടെ ഇതുവരെ ഇരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ
ഒത്തിരി നന്ദി പറയുന്നു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സംഭവം നടന്നിട്ട് ഇന്ന് 31 വർഷമായി. 1994 ഒക്ടോബറിലാണ് മറിയം റഷീദ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അറസ്റ്റ് ചെയ്തതിൻ്റെ ആദ്യ വാർത്ത വന്ന് ദേശാഭിമാനി പത്രത്തിലും തനിനിറത്തിലുമാണ്. ഞാനിത് പറയുന്നതുകൊണ്ട് അവരെന്തോ കുറ്റം ചെയ്തെന്നുള്ള നിലയിലല്ല, ചരിത്രം പറയുകയാണ്. അവരെ ചാര വനിതകളായിട്ട് ആദ്യം ചിത്രീകരിച്ചതും ദേശാഭിമാനിയാണ്. അതിനുശേഷം മറ്റ് പത്രങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. തുടക്ക സമയത്ത് ആദ്യകാലങ്ങളിൽ മലയാള മനോരമ വസ്തുതകൾ മാത്രം അടിസ്ഥാനമാക്കിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതിന് ഞാൻ മലയാള മനോരമയുടെ മാനേജ്മെൻറ്റിനെ അഭിനന്ദിക്കുകയാണ്. കാരണം വസ്തുതകൾ മാത്രം മതി എന്നുള്ള നിലപാട് മാനേജ്മെൻറ്റും എൻ്റെ ചീഫ് ന്യൂസ് എഡിറ്ററും എഡിറ്റോറിയൽ ഡയറക്ടറും ഒക്കെ എടുത്തുകൊണ്ടാണ് അന്ന് ഞങ്ങൾക്കിവിടെ അത് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ആദ്യകാലത്ത് ഈ ചാരക്കേസിൽ വസ്തുതകളൊന്നുമില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് കാരണം ഇതിൽ നിന്ന് ലഭിക്കുന്ന പല വിവരങ്ങളും നമ്മൾ അതിൻ്റെ വസ്തുതകൾ തേടി ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയൊരു സ്കൂളിംഗ് മലയാള മനോരമയുടെ സ്കൂളിംഗാണ്. എന്നെ മലയാള മനോരമയിലെ വളരെ പ്രമുഖരായ പത്രപ്രവർത്തകരാണ് എന്നെ പഠിപ്പിച്ചത്. അവരെല്ലാം എന്നെ പഠിപ്പിച്ചത് സത്യം വിട്ട് എഴുതരുതെന്നുള്ളതാണ്. സത്യത്തിൽ നിന്ന് വേറിട്ട് എഴുതണമെന്ന് മലയാള മനോരമയോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരായിട്ടുള്ള എൻ്റെ ഗുരുനാഥന്മാർ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാ സത്യങ്ങളും ചിലപ്പോൾ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അറിഞ്ഞുകൊണ്ട് ഒരു സത്യവിരുദ്ധമായ ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതിയിട്ടില്ല എന്ന് എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും. ചാരക്കേസിലെ തുടക്കകാലത്ത് മറിയം റഷീദെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പല കഥകളും വന്നെങ്കിലും അതിൻ്റെ വസ്തുതകൾ തേടിയപ്പോൾ അതിലൊന്നും സത്യമില്ല എന്ന് മനസ്സിലാക്കി മനോരമ ആ വാർത്തകൾ എഴുതിയിരുന്നില്ല. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞ് മറിയം റഷീദെ അറസ്റ്റ് ചെയ്യുന്നു, ഫൗസിയ ഗാസിയെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോഴും മനോരമയോ മറ്റു ചില പ്രമുഖ പത്രങ്ങളോ ഒന്നും ഇതിൽ കാര്യമായി കൈവയ്ക്കുന്നില്ല. പോലീസ് തരുന്ന വസ്തുതാപരമായ അല്ലെങ്കിൽ രേഖകളിലുള്ള കാര്യങ്ങൾ മാത്രം എഴുതിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് പിന്നീട് നടക്കുന്നത് ശശികുമാർ, നമ്പി നാരായണൻ, ചന്ദ്രശേഖരൻ, അങ്ങനെ ഒരു പുറകെ ഇങ്ങനെ അറസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അന്ന് ഞാനൊരു ബൈക്ക് ഓടിച്ച് ഞാൻ താമസിക്കുന്ന ജഗതിയിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് ഈ വാർത്തകൾ ഇങ്ങനെ പത്രങ്ങളിൽ വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അന്ന് എൻ്റെ ഒരു സുഹൃത്തായ ആയിപ്പമ്പിള എന്ന് പറയുന്ന അവിടുത്തെ ഒരു അധ്യാപകൻ എന്നെ ബൈക്ക് തടഞ്ഞു നിർത്തിട്ട് എന്നോട് ചോദിച്ചു, ജോണ നിങ്ങൾക്ക് എന്ത് പറ്റി? മനോരമയ്ക്ക് എന്താ പറ്റിയത്? മനോരമയിലൊന്നും കാണുന്നില്ലല്ലോ, നിങ്ങൾ മറ്റു പത്രങ്ങൾ കാണുന്നില്ലേ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ ആ അധ്യാപകനോട്, എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, എനിക്കൊരു 2-3 ആഴ്ചയും കൂടെ സമയം തരിക, ഈ കാണുന്ന ഒന്നും സത്യമല്ല, നിങ്ങൾ കാണുന്ന ഒരു ദിവസം വരുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അമ്പയെ തെറ്റിപ്പോയി. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നതാണ് ഞാൻ കണ്ടത്. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ സിബി മാത്യൂസിനെ പോലെ ഞാൻ ഏറ്റവും വിശ്വസിക്കുന്ന ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റിഗേറ്ററാണെന്ന് വിശ്വസിക്കുന്ന സിബി മാത്യൂസിനെ പോലെ പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റുകളുടെ ഒരു പരമ്പര നടക്കുന്നതാണ്. ഞാൻ നിസ്സഹായനായി പോയി. കാരണം എനിക്ക് എൻ്റെ മാനേജ്മെൻറ്റിൻ്റെ മുന്നിലോ എൻ്റെ സഹപ്രവർത്തകരുടെ മുന്നിൽ പോലും നിൽക്കാൻ കഴിയാത്ത, കാരണം ചാരക്കേസ് വിശ്വസനീയമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് വാക്കുകളില്ലാതായിപ്പോയി. അവർ ചോദിച്ചു, ഇതാ അറസ്റ്റ് നടന്നിരിക്കുന്നു, സിബി മാത്യു നേതൃത്വം നൽകുന്ന ഒരു വലിയ ഒരു പ്രഗത്ഭമായിട്ട് ഒരു സംഘമാണ് അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. അപ്പം ഞാനും വിചാരിച്ചു എന്തെങ്കിലും കാണുമായിരിക്കും. അപ്പോഴും എനിക്കൊന്നും നടന്നിട്ടില്ല എന്ന് ഉറപ്പുള്ള കാര്യം ശ്രീ രമൺ ശ്രീവാസ്തവയുടെ കാര്യത്തില്ല. കാരണം അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്. അന്ന് ഞാൻ അദ്ദേഹത്തെ കണ്ട കാര്യം ഞാൻ ഈ പുസ്തകത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അന്ന് കണ്ടപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ ചാരക്കേസ് സംബന്ധിച്ച് എന്നെ സമീപിച്ചിട്ടുള്ള, എന്നോട് ബന്ധപ്പെട്ടുള്ള ഏക പത്രപ്രവർത്തകൻ നിങ്ങളാണ്. ശരിയാണോ? വേറെ ഒരു പത്രപ്രവർത്തകനും അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. ഞാൻ ഒരാൾ മാത്രമാണ് അദ്ദേഹത്തോട് നേരിട്ട് കണ്ട് സംസാരിക്കാൻ. അന്ന് ഞാൻ വളരെ ജൂനിയറായ റിപ്പോർട്ടറാണ്. അദ്ദേഹത്തെ പോയി കണ്ട കാര്യമൊക്കെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുകയും അദ്ദേഹം നൽകിയ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ തുടർന്ന് പോവുകയും ചെയ്തപ്പോൾ എനിക്ക് ഒരു കാര്യം ബോധ്യമായി, രമൺ ശ്രീവാസ്തവയ്ക്ക് കേസുമായി യാതൊരു ബന്ധവുമില്ല. അത് മലയാള മനോരമയിൽ അന്ന് എഴുതുകയും ചെയ്തു. പക്ഷേ രമൺ ശ്രീവാസ്തവയ്ക്കും കരുണാകരനും മറ്റ് ആളുകൾക്കുമെതിരായിട്ടുള്ള ഒരു റിപ്പോർട്ടിൻ്റെയോ അല്ലെങ്കിൽ ആ വാർത്തകളുടെ ഒരു ബാഹുല്യത്തിൽ മനോരമയുടെ അന്നത്തെ ആ വാർത്തയ്ക്ക് പോലും വേണ്ടത്ര പരിഗണന കിട്ടിയില്ല. പിന്നീട് എല്ലാവരും കൂട്ടമായിട്ട് ഇവരെല്ലാം ചാരവൃത്തി നടത്തിയവരായിട്ട് അങ്ങ് ചിത്രീകരിച്ചു. എനിക്ക് വ്യക്തിപരമായിട്ട് പറ്റിയ തെറ്റുകളെക്കാളേറെ ഞാനത് മാധ്യമങ്ങൾക്ക് പറ്റിയ തെറ്റായിട്ടാണ് കാണുന്നത്. ഞാൻ ആ കാലത്ത് 1994 ഒക്ടോബറിലാണ് ഈ കേസ് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ എൻ്റെ വാക്കുകൾ വളരെ വേഗം നിർത്താം. പക്ഷേ എനിക്കിത് പറയാതെ വയ്യ. കാരണം ഞാൻ ഈ പുസ്തകം
എഴുതാൻ വേണ്ടി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഞാൻ 10 വർഷത്തിലേറെയായി. പക്ഷേ എൻ്റെ മനസ്സിൽ എഴുതണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് ഏകദേശം 30 വർഷമായി. ഈ കേസ് ശരിയല്ല എന്ന് വിധി എഴുതി. ആദ്യം ഈ കേസെല്ലാം കഴിഞ്ഞിട്ട് CBI കേസ് ഏറ്റെടുത്ത് CBI കേസിൽ അന്വേഷണം നടത്തി. CBI കേസിൽ ഇവരെല്ലാം കുറ്റമുക്തരാക്കി കഴിഞ്ഞ് കോടതിയും ഇവരെ കുറ്റമുക്തരാക്കി കഴിഞ്ഞിട്ടും ചില മാധ്യമങ്ങൾ ഇത് CBI അട്ടിമറിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്തും ഞാനും എൻ്റെ സഹപ്രവർത്തകരും മലയാള മനോരമയും ഈ കുറ്റമുക്തരായ വേണ്ടിയാണ് എഴുതിയെന്നുള്ളത് നിങ്ങൾ മനോരമയുടെ പഴയ താളുകൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അന്ന് ഈ കുറ്റമുക്തരായി കഴിഞ്ഞിട്ട് അന്ന് ഏഷ്യാനെറ്റ് ചാനലിൽ ഒരു ചർച്ച നടന്നു. ആ ചർച്ചയുടെ വിഷയം ഇതായിരുന്നു: ചാരക്കേസിൽ മാധ്യമങ്ങൾക്ക് പറ്റിയ വീഴ്ച. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തു. ഞാനന്ന് വിചാരിച്ചു, എൻ്റെ ഒരു ഇന്നസെൻസ് കൊണ്ട് ഞാൻ വിചാരിച്ചു, ഒരു നല്ല ചർച്ചയാണല്ലോ, മാധ്യമങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ മാധ്യമങ്ങൾക്ക് പറ്റിയ വീഴ്ചകൾ ചർച്ച ചെയ്യാമല്ലോ എന്ന് കരുതി ഞാനും ചർച്ചയ്ക്ക് പോയി. പക്ഷേ ചർച്ചയിൽ ഞാനൊരു വാചകം പറഞ്ഞു: ചാരക്കേസ് റിപ്പോർട്ട് ചെയ്തതിൽ മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റി. എനിക്ക് നേരെ പിന്നീടുണ്ടായ എൻ്റെ പത്രപ്രവർത്തകരായ ചില സുഹൃത്തുക്കളിൽ നിന്നും പുറമേ നിന്നുള്ള ആക്രമണം അവരെന്നോട് പറഞ്ഞ വാചകം: നിങ്ങൾക്ക് തെറ്റ് പറ്റാം, അത് സാരമില്ല, പക്ഷേ അത് വിളിച്ചു പറയരുത്. നിങ്ങൾക്ക് വീഴ്ച പറ്റാം, പക്ഷേ നിങ്ങൾ അത് വീഴ്ച പറ്റിയെന്ന് ആരോടും പറയരുത്. രാഷ്ട്രീയക്കാർ ഒരിക്കലും അവർക്ക് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടോ, അവർക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. പക്ഷേ എനിക്കൊന്ന് മാധ്യമപ്രവർത്തകർക്ക് വീഴ്ച പറ്റിയാൽ പറയണ്ടേ? ഇന്നല്ലെങ്കിൽ ഞാനതുകൊണ്ട് അന്ന് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു: ശരി, ഇനിയും എനിക്ക് തെറ്റ് പറ്റിയാൽ ഞാൻ മിണ്ടില്ല. പക്ഷേ ചാരക്കേസിനെ സംബന്ധിച്ച് എനിക്ക് പറ്റിയ തെറ്റ് 30 വർഷം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നു, വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ ചെയ്ത തെറ്റുകൾ വളരെ ചെറുതാണ്. കാരണം ഞാൻ എഴുതിയ വാർത്തകളെല്ലാം ഈ പുസ്തകത്തിൻ്റെ അവസാനം QR കോഡ് സ്കാൻ ചെയ്ത് വായിക്കാൻ പറ്റും. കാരണം എല്ലാ വാർത്തകളും, മനോരമ ഉൾപ്പെടെ അന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം എഴുതിയ വാർത്തകൾ ഈ പുസ്തകത്തിൻ്റെ അവസാനത്തെ താളിൽ QR കോഡ് സ്കാൻ ചെയ്ത് വായിക്കാം, താരതമ്യപ്പെടുത്താം. മനോരമ അന്ന് എന്ത് റിപ്പോർട്ട് ചെയ്യുന്നറിയാം? ഞാൻ മാലിയിൽ പോയി റിപ്പോർട്ട് ചെയ്ത ആളാണ്. മാലിയിൽ പോയി റിപ്പോർട്ട് ചെയ്ത എൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ ഇപ്പോഴും ചലഞ്ച് ചെയ്യുകയാണ്. എൻ്റെ പേരിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ, അതിലെന്തെങ്കിലും ഒരു വാചകം ഞാൻ എഴുതിയതിനകത്ത് തെറ്റുണ്ടെങ്കിൽ ആർക്കും എന്നോട് ചൂണ്ടിക്കാണിക്കാം. ഇന്നും അന്ന് ഞാൻ എഴുതിയ വസ്തുതകൾ തന്നെയാണ് ധൈര്യമായിട്ട് ഞാൻ പറയുന്നത്. കാരണം ഞാൻ മാലിയിൽ പോയി അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോട്, അവിടുത്തെ ഹോം മിനിസ്റ്ററോട്, അവിടുത്തെ ഇന്ത്യൻ എംബസിയോട്, അങ്ങനെ അവിടുത്തെ എല്ലാ വിഭാഗം ആൾക്കാരോട് സംസാരിച്ച് ഈ മറിയം റഷീദ് ആരാണ്, അവരുടെ പശ്ചാത്തലം എന്താണ്, അവിടെ നടന്ന അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നെല്ലാം അന്വേഷിച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് അന്ന് എഴുതിയ റിപ്പോർട്ടുകൾ ഇപ്പോഴും ഈ പുസ്തകത്തിനകത്തുണ്ട്. ആ റിപ്പോർട്ടുകൾ വായിച്ചിട്ട് അവിടെ എന്തെങ്കിലും ഒരു വാർത്ത ഞാൻ അല്ലെങ്കിൽ മനോരമയിൽ ചാരക്കേസിനെ കുറിച്ച് അല്ലെങ്കിൽ മറിയം റഷീദിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് തെറ്റായ ഒരു വാർത്ത വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടി ഞാനിത് ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഞാൻ നീട്ടുന്നില്ല. ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ വളരെയേറെ അധ്വാനം ചെയ്തു. എൻ്റെ ഭാര്യ ഷീലയ്ക്കറിയാം എത്രമാത്രം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ഈ പുസ്തകത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്. ഒരുപക്ഷെ ഞാൻ റിട്ടയർ ചെയ്ത ഉടനെ ഈ പുസ്തകം ഇറങ്ങേണ്ടതായിരുന്നു. അതിനിടയ്ക്ക് ഉമ്മൻചാണ്ടി മരിച്ചതുകൊണ്ട് എനിക്ക് സോളാർ വിശേഷം എന്ന പുസ്തകം എഴുതേണ്ടി വന്നു. അല്ലെങ്കിൽ ഒരു 2 വർഷം മുമ്പ് ഈ പുസ്തകം ഇറങ്ങിയേനെ. ഈ പുസ്തകം എഴുതുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഒരു തീരുമാനവും ദൗത്യവും എൻ്റെ ഒരു ഉറച്ച നിലപാടുമായിരുന്നു. ഞാൻ ഈ പുസ്തകം ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഇപ്പോൾ ശ്രീനിവാസ് സാർ പറഞ്ഞു, നാളെ വീണ്ടും ഒരു സത്യം പുറത്തു വരട്ടെ. ഞാൻ അതിനകത്ത് യാതൊരു തരത്തിലും ഒരു മുൻവിധിയും എനിക്കില്ല. വരട്ടെ, ഇതിലും വലിയൊരു സത്യം ആരെങ്കിലും പുറത്തു കൊണ്ടുവരട്ടെ. ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ടുവരട്ടെ. ഈ സംഭവത്തിൽ എന്തെങ്കിലും ഈ പുസ്തകത്തിൽ എഴുതിയ കാര്യത്തിന് അപ്പുറത്തൊരു കാര്യം കണ്ടെത്താൻ വേണ്ടി ആർക്കെങ്കിലും കഴിഞ്ഞാൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാൻ എനിക്ക് വിഷമമില്ല. കാരണം തെറ്റ് മനുഷ്യ സഹജമാണ്. അന്ന് ആ ചാനൽ ചർച്ചയിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ച വിഷമം. പക്ഷേ 31 വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് തെറ്റിപ്പറ്റിപ്പോയിരുന്നു. അല്ലെങ്കിൽ എനിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ തെറ്റ് മാത്രമല്ല, എൻ്റെ തെറ്റ് വളരെ ചെറുതായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് മാത്രം റിപ്പോർട്ട് ചെയ്ത ആളാണ്. പക്ഷേ മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റി, അറിഞ്ഞും അറിയാതെയും തെറ്റുപറ്റി. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ യഥാർത്ഥ സംഭവങ്ങൾ നമുക്ക് നേരത്തെ ശ്രീനിവാസ് സാർ പറഞ്ഞതുപോലെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുകയാണ് റിപ്പോർട്ടർമാർ ചെയ്യുന്നത്. ശരിയാണ്, ഓരോ ദിവസം കിട്ടുന്ന വാർത്തകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഓരോ ദിവസം കിട്ടുന്ന വാർത്തകളുടെ സത്യാവസ്ഥ മുഴുവൻ അന്വേഷിച്ച് പോയി അതിൻ്റെ എല്ലാം ശരിയും തെറ്റും മാത്രം അനലൈസ് ചെയ്തിട്ട് വാർത്ത കൊടുക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ബോധപൂർവമായിട്ട് ഒരാളെ കൊടുക്കാൻ വേണ്ടി വാർത്ത കൊടുക്കരുത്. നമുക്ക് സംശയമുള്ള വാർത്തകൾ കൊടുക്കരുത്, ഉത്തമ ബോധ്യമുള്ള വാർത്തയെ കൊടുക്കാവുള്ളൂ. പക്ഷേ ചിലപ്പോൾ പോലീസ് തരുന്ന വാർത്തകൾ, ഇപ്പോൾ നമ്മൾ ചാരക്കേസ് നടന്നിട്ടില്ല എന്ന് വിശ്വസിച്ചാലും ഒരാൾ അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് FIR ഇട്ട് കഴിഞ്ഞാൽ, പോലീസ് കുറ്റപത്രം നൽകി കഴിഞ്ഞാൽ പിന്നെ മാധ്യമങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ അതിനുശേഷം പിന്നെ മാധ്യമങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷണം നടത്താം. ആ അന്വേഷണമാണ് ഞാൻ നടത്തിയത്.
ആ അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കായി ഈ പുസ്തകം സമർപ്പിക്കുന്നു. ഈ പുസ്തകം നിങ്ങൾ വായിക്കുക. ഈ പുസ്തകം എത്ര പേര് വായിക്കുമെന്ന് എനിക്കറിയില്ല. ആരും വായിച്ചില്ലെങ്കിലും എനിക്ക് സങ്കടമില്ല. പക്ഷേ ഇതൊരു രേഖയായിട്ട് അവിടെ കിടക്കണം. നാളത്തെ തലമുറയെങ്കിലും ഇത് കാണണം. എനിക്ക് വിശ്വാസമില്ല പുതിയ മാധ്യമപ്രവർത്തകർ ഇത് വായിക്കുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് അവരും ഇത് വായിക്കണം. കാരണം കഴിഞ്ഞ കാലത്തെ മാധ്യമപ്രവർത്തനം എന്താണെന്ന് പഠിച്ചിട്ട് വേണം പുതിയ കാലത്തെ മാധ്യമപ്രവർത്തനത്തിലേക്ക് പോകാനായിട്ട്. അങ്ങനെയാ നിങ്ങളുടെ അടിത്തറ ഉറക്കുകയുള്ളൂ. ശശികുമാർ സാറും രമൺ സിൻഹ സാറും എന്നോട് പറഞ്ഞത് അവരൊന്നും ഒരു വാക്ക് പോലും സംസാരിക്കില്ല എന്നാണ്. ഞാൻ പറഞ്ഞത് ശരി എന്ന് സമ്മതിച്ചാണ്. കാരണം സംസാരിക്കണം നിർബന്ധിച്ചാൽ അവർ വന്നില്ലെങ്കിലോ എന്ന് ഞാൻ പേടിച്ചു. അവർ ആദ്യമായിട്ടാണത് വന്നതെന്നും പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ സാഹചര്യത്തിൽ അവർ രണ്ടുപേരും ഇത്രയുമൊക്കെ സംസാരിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷകരമാണ്. ചാരക്കേസ് ഉണ്ടായി 31 വർഷത്തിന് ശേഷം ഇതിനേറ്റവും അധികം പീഡനം അനുഭവിച്ച രണ്ടുപേര് ഇന്ന് ഇവിടെ അവരുടെ മനസ്സ് തുറന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇത് പ്രകാശനം ചെയ്തു എന്ന് മാത്രമല്ല, അതിമനോഹരമായ ഒരു റിവ്യൂ ഇതിനെക്കുറിച്ച് എഴുതി. അദ്ദേഹം സ്വമേധ എഴുതിയത്, ഞാൻ പറഞ്ഞിട്ടൊന്നും എഴുതിയതല്ല. അദ്ദേഹത്തെ പോലെ ഒരാളോട് എനിക്ക് പറഞ്ഞെഴുതിക്കാനും പറ്റില്ല. അതുപോലെ വിജയരാഘവൻ, അദ്ദേഹത്തിന് സമയം എനിക്ക് തരികയായിരുന്നു, ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട്. ജാൻസി ജെയിംസ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഇവരെല്ലാവരും എനിക്ക്, ശ്രീവാസ്തവ സാറ് ആദ്യം ഞാൻ കാണുന്ന അദ്ദേഹത്തെ ചാരക്കേസിൽ കുറ്റത്തിൻ്റെ അറസ്റ്റിന് നിഴൽ നിൽക്കുന്ന സമയത്താണ്. അദ്ദേഹം IG ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഞാൻ പരിചിതനായ ഒരു ജൂനിയറായ ജേർണലിസ്റ്റായിട്ട് ഞാൻ കയറി ചെന്ന ആ നിമിഷം മുതൽ അതിനുശേഷം അദ്ദേഹത്തിന് വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ചാരക്കേസിൽ നിന്ന് അദ്ദേഹം കുറ്റമുക്തനായി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്ന് എന്നോട് കണ്ണീരോടെ പറഞ്ഞൊരു കാര്യം ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വല്ലാത്ത അനുഭവങ്ങളാണ്. നമുക്കൊന്ന് ഇന്ന് ചിന്തിക്കുന്നവർക്ക്, ഇന്നറിയാവുന്നവർക്ക്, ഇന്ന് ആയിട്ടുള്ള ഒരു ജേക്കബ് സാറിനോട് ഇരിക്കുന്ന ജേക്കബ് സാറിന് അറിയാമായിരിക്കും അന്നത്തെ കാലം എന്താണെന്നുള്ള വിവരം. പിന്നെ അന്ന് ഈ ചാരക്കേസിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാവുന്ന പല ആളുകളുണ്ട്. മോഹൻദാസ് സൗത്ത് പാർക്കിന് ഇന്നലെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ മറിയൻ റഷീദ് അറസ്റ്റ് ചെയ്ത സാമ്രാട്ട് ഹോട്ടലിൽ ഉടമസ്ഥനാണ് അദ്ദേഹം. എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും താങ്കളോട് ഇതേക്കുറിച്ച് പലരും സംസാരിക്കുമായിരുന്നല്ലോ എന്ന് കരുതി. പല ആൾക്കാരും ഞാൻ ഈ പുസ്തകം ഇറങ്ങി കഴിഞ്ഞാണ് അവർക്കുള്ള ഇതിനെക്കുറിച്ചുള്ള അറിവുകളെക്കുറിച്ച് പറഞ്ഞത്. അപ്പം ഈ ചാരക്കേസ് എന്തായിരുന്നു എന്ന് അന്നത്തെ കാലത്ത് അന്നത്തെ സാഹചര്യം എന്തായിരുന്നു, ഇതിനെതിരായിട്ടൊരു വാക്ക് നേരത്തെ ഇവിടെ ആരോ പറഞ്ഞു, ജക്കബ് സാറാണ് പറഞ്ഞത്, ഈ ചാരക്കേസിനെതിരായിട്ടൊരു വാക്ക് പറഞ്ഞാൽ പോലും ആ പറയുന്നവനെ ചാരവൃത്തിയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കൊടുങ്കാറ്റ് വീശിയിരുന്ന ഒരു സമയത്ത് ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇവരൊക്കെ ഇതിനെ നേരിട്ടതെന്നും ഇതിനെ പ്രതിരോധിച്ചതെന്നുമാണ് ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സംഗതി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് ടോഡ് ബുക്സിന്റെ ഡയറക്ടർ ക്രിസ്റ്റസ് ക്ലീറ്റസിനെ ക്ഷണിക്കുന്നു. Respected dignitaries on the stage and in the audience, most notably Honorable Mr. T.P. Srinivasan sir, who graciously released the book this afternoon, and Jacob Unnu sir, who presided over the ceremony. Raman Srivastava sir, Shashikumar sir, G. Vijayaraghavan sir, Dr. Jansi James, distinguished guests, ladies and gentlemen. As director of Todd Books, it is my privilege to bring this memorable launch to a close. This afternoon, we introduce Charam, the second work by Mr. John Mundakam. On behalf of the entire Todd Books family, I extend our heartfelt gratitude to each one of you.